അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ഓമന സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഏറെ ഹൃദ്യമായ ചില അനുഭവങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ ഓമന സിസ്റ്റർ തൻ്റെ ബാല്യം മുതൽ അനുഭവിച്ച ഒരുപാട് കഷ്ടതയുടെ, തീച്ചൂളയുടെ, പീഡനത്തിൻ്റെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തനിക്ക് നേരിട്ടതായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ എല്ലാ പ്രിയപ്പെട്ടവരും കാണാം. വളരെ നിഷ്കളങ്കമായ ഒരു സാക്ഷ്യമാണ് ഇത്. അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സിസ്റ്റർ നമ്മോട് തുടർന്ന് സംസാരിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അരോമ ടിവിയുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ ഓമന സിസ്റ്ററിനെ തികച്ച സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. സ്തോത്രം പാസ്റ്ററെ. എൻ്റെ പേര് ഓമന സെൽവരാജ് എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് സെൽവരാജ് എന്നാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രിവേൻഡ്രം പൂജപ്പുര. എൻ്റെ ചേച്ചിയുടെ മോളാണ് എല്ലാം ഒരുക്കി തന്നത്. അവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ട്രിവേൻഡ്രം തൃക്കണ്ണാപുരം കുന്നപ്പുഴ എന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി മേസനാണ്, വീട് പണിയുന്ന കൊത്തം മെസ്സിരി. ഞാൻ തയ്യൽക്കാരിയാണ്. പിന്നെ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾ 3 പെൺമക്കളാണ്. ഈ അരോമ ടിവിയിൽ കടന്നു വന്ന് എനിക്കൊരു സാക്ഷി പറയുവാൻ എൻ്റെ സർവശക്തനായ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേപോലെ അതോടൊപ്പം സാക്ഷി പറയാൻ സാഹചര്യം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനും കുടുംബത്തിനും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി സ്തോത്രവും ഞാൻ പറയുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവ്, മാതാവ്, ഞങ്ങൾ 3 പെൺമക്കളാണ്. ഈ 3 പെൺമക്കളാണ്. അതില് പിന്നെ അച്ഛൻ്റെ പേര് തങ്കപ്പൻ പണിക്കരാണ്, അമ്മ അംബുജാക്ഷി. എൻ്റെ മൂത്ത ചേച്ചിയുടെ പേര് വിജയമ്മ എന്നാണ്. 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചേച്ചി വിജയകുമാരി 4ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ പഠിക്കാൻ സാധിച്ചില്ല. എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ പിതാവ് തന്നെയാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. ഒരുപാട് കഷ്ടത്തിൽ കൂടെയാണ് 7ാം ക്ലാസ് പൂർത്തിയാക്കിയത്. 7ാം ക്ലാസ് പാസ്സായി. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ കാര്യം. എൻ്റെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മാതാവ് ഏറ്റവും സാധുവായ ഒരു കഴിവുമില്ലാത്ത ഒരു മാതാവായിരുന്നു. അച്ഛൻ്റെ ഭീഷണിയും അടിയും ഇടിയും എല്ലാം കൊണ്ട് അമ്മ വളരെ ഭയപ്പെട്ട് എപ്പോഴും നോക്കിയാലും വിറച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നത്. എൻ്റെ പിതാവാണെങ്കിൽ മദ്യപാനി, തികഞ്ഞ ഒരു മദ്യപാനിയും. അതേപോലെ തന്നെ പല സ്ത്രീകളുമായിട്ട് വഴിവിട്ടുള്ള ബന്ധം. അത് കാരണം എൻ്റെ അമ്മയെ ഞങ്ങളെ മക്കളെ ഒന്നും ഒരു സ്നേഹവും ഇല്ല. ഞങ്ങൾക്ക് ഒരു സമാധാനമോ സന്തോഷമോ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. എന്നെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നെ പ്രസവിച്ചതിന് ശേഷം അച്ഛൻ ഒരു ഹോട്ടൽ തുടങ്ങി. അതോടുകൂടെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായി. സ്ഥലം വാങ്ങിച്ച് നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛന് ഈ പൈസയും കൂടെ കിട്ടിയപ്പം പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഉപദ്രവമാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഒരു
രാത്രി പോലും ഞങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ട് രാത്രി ഭയങ്കര വഴക്കും, അമ്മയെ അടിക്കും, ഇടിക്കും, ചവിട്ടി അമ്മയെ തള്ളിയിട്ട്. ഞങ്ങൾ വീട്ടിന്റെ അടുത്ത ആറുണ്ട്, അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോഴത്തേക്ക് അമ്മ ഈ ചവിട്ടി തള്ളിയിട്ടിട്ട് അമ്മയെ വലിച്ചെടുത്തുകൊണ്ട് ആറ്റി കൊണ്ടിടാനായിട്ട് പോകും. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ തൊട്ടടുത്തുള്ളവർ വന്ന് സഹായിക്കാൻ വരികയാണെങ്കിൽ അച്ഛൻ വെട്ടൂത്തി എടുത്തോണ്ട് പോകും. അതുകൊണ്ട് പേടിച്ച് ആരും ഞങ്ങളെ വന്ന് സഹായിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ഹോട്ടലിൽ തുടങ്ങിയപ്പം വീട്ടിൽ നിന്ന് ഹോട്ടലിലോട്ട് അങ്ങ് മാറി. ഞങ്ങൾ താമസിക്കുന്നത് ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് 5 വയസ്സൊക്കെ ആയപ്പം ഞങ്ങളെ സ്കൂളിലൊന്നും ചേർക്കണമെന്ന് അച്ഛന് മനസ്സൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ഹോട്ടലിന്റെ അടുത്ത് ഒരു വില്ലേജ് ഓഫീസുണ്ട്. അപ്പൊ അവിടുത്തെ സാറന്മാരൊക്കെ ഞങ്ങളെ കടയിൽ വന്നാണ് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോഴും ആ സാറന്മാര് പറയുമായിരുന്നു, ഈ കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കാത്ത എന്ത്, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഇത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് സ്കൂളിലാക്കി. എന്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടി ഒരുമിച്ചാണ് സ്കൂളിലാക്കിയത്. അവിടെ സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ മൂത്തത്, ചേച്ചി ഇളയത്. അങ്ങനെയൊക്കെയാണ്. അച്ഛൻ അത്ര ബോധമൊക്കെ ഉള്ളു. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ സ്കൂളിൽ വിടുമ്പോ ഞങ്ങൾക്കൊരു പുസ്തകമോ പെൻസിലോ ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരൂല, ഒരു യൂണിഫോം വാങ്ങിച്ചു തരൂല. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല പാസ്റ്റർ, എല്ലാം പൈസ, നല്ല സാമ്പത്തികമായിട്ട് നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ ഇതൊന്നും വാങ്ങിച്ചു തരൂല. അച്ഛന്റെ സുഖവും സന്തോഷവും ഇത് മാത്രമാണ് അച്ഛൻ. ഈ മദ്യപാനി ആയതുകൊണ്ട് ഒന്നും അറിയില്ല അച്ഛൻ എന്താണ് ചെയ്യുന്നത്, അച്ഛന് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഹോട്ടലിലെ ജോലിക്കാരെ നിർത്തില്ല. ഈ ചെറിയ ഞങ്ങളും അമ്മയും കൂടിയാണ് ഹോട്ടൽ ജോലി. ഒരാളിനെ മാത്രം ചായ അടിക്കാൻ വേണ്ടി ഒരാളെ നിർത്തും. പിന്നെ അച്ഛനാണെങ്കിൽ ഈ പട്ടറിയിലാണ് ഇരിക്കുന്ന, പൈസ വാങ്ങിച്ചിടാൻ. അച്ഛൻ അല്ലാതെ അച്ഛൻ ഒന്നും ചെയ്യില്ല. അമ്മയാണ് പാചകം എല്ലാം, ദോശ ഉണ്ടാക്കണം, പുട്ടുണ്ടാക്കണം, പലഹാരങ്ങൾ ഉണ്ടാക്കണം. മൂത്ത ചേച്ചി സപ്ലൈ ചെയ്യുന്നത് മൂത്ത ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങളെ വിട്ട് തന്നെ എല്ലാ ജോലികളും ചെയ്യിക്കും. ഞങ്ങൾ ചെറുതാണ്. ഞങ്ങളെ സ്കൂളില് ബെല്ലടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ വിടത്തുള്ളൂ. ഞങ്ങള് കടയിൽ നിന്ന് സ്കൂള് വരെ ഓടുമ്പോ അവിടെ ചെന്നാലും ബെല്ലെല്ലാം അടിച്ച് ഈശ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ സാർജിന് ഞങ്ങൾക്ക് നല്ല അടി കിട്ടും, വഴക്ക് കിട്ടും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. ഇങ്ങനെയാണ് ഞങ്ങളെ വീട്ടിലെ സാഹചര്യങ്ങളെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് വീട്ടിൽ വന്നാലും സ്കൂളിൽ പോയാലും ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ല. അതേപോലെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ വീട്ടിലെത്തണം. ഞങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടികൾ പോയാൽ ഉടനെ അച്ഛൻ ഞങ്ങളെ ശിക്ഷിക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ. കൊച്ചു കുട്ടികളാണ് പാസ്റ്റർ, 10 വയസ്സിന് താഴെയുള്ള ഞങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി അടിയൊക്കെ തന്നിട്ട് ഞങ്ങൾ ഒരിടത്ത് കൊണ്ടുപോയി കുനിച്ചു നിർത്തിയിട്ട് ഞങ്ങളെ മുതുകത്ത് ഇഷ്ടിക, പിന്നെ ഈ ഹോട്ടൽ പാചകത്തിന് വേണ്ടി വലിയ വിറവ് കഷ്ണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വലിയ വിറവ് കഷ്ണമൊക്കെ വെട്ടിക്കറി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞങ്ങളെ മുതുകത്ത്, എന്റെ ചേച്ചിയുടെ മുതുകത്തൊക്കെ എടുത്ത് വെച്ച് തരും. എന്നിട്ട് ഈ ചൂണ്ടുവിരല് ഊന്നണം, തറയിൽ ഊന്നണം. അത് ഇങ്ങനെ മടങ്ങാൻ പാടില്ല. പിന്നെ ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, ചെറിയ കുട്ടികളായത് ഈ മുട്ടിന്റെ മുകളിലുള്ള സ്കേർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞങ്ങൾ മുട്ട് വളയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഠിനമായ ശിക്ഷകൾ തരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ തളർന്ന്, കുറുക്കിന്റെ വേദന, കൈ മുട്ട് മടങ്ങാതിരിക്കാൻ പറ്റും. അപ്പൊ മുട്ട് മടങ്ങണമെങ്കിൽ ഓടം വന്ന് അച്ഛൻ ഞങ്ങളെ നല്ല അടിക്കും. എന്നിട്ട് ഞങ്ങള് വായി കൂടിയും മൂക്കി കൂടിയൊക്കെ നിരയും പതയും ഒക്കെ വന്ന് ഞങ്ങളങ്ങ് തളർന്ന് ബോധമില്ലാതൊക്കെ വീടുന്ന നാളുകൊണ്ടപ്പോ ഈ ചെറിയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകും മുമ്പേ തന്നെ ഞാനും എന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് സ്കൂളിൽ പോണേ. മൂത്ത ചേച്ചി 2ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പം എന്നെ പ്രസവിച്ച് എന്നെ നോക്കാൻ വേണ്ടിയാണ് ചേച്ചിയുടെ വിദ്യാഭ്യാസമൊക്കെ നിന്ന്. അത് ചേച്ചിക്ക് ഭയങ്കര വിഷമമാണ്. ചേച്ചി എപ്പോഴും പറയും, എനിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല, നിന്നെ നോക്കാൻ വേണ്ടിയാണ് എന്റെ വിദ്യാഭ്യാസം പോയെന്ന് പറയുമ്പോൾ എനിക്കും അതിനെക്കുറിച്ച് ഭാരം തോന്നും. പാവം ചേച്ചിയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ശപിക്കാറുണ്ടായിരുന്നു എപ്പോഴും. അങ്ങനെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് സമാധാനമൊന്നും തരില്ല. അച്ഛൻ ഇങ്ങനെ രാവിലെ തൊട്ട് 6 മണി വരെയാണ് ചായക്കടയിൽ കച്ചവടമുള്ളത്. ഇപ്പോഴത്തെ പോലെ രാത്രിയിലൊന്നും ഫാസ്റ്റ് ഫുഡ് കടകളിലൊന്നും കഴിക്കില്ല. രാത്രിയും 10-30-40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയണത്. എന്റെ കൊച്ചുനാളിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അപ്പൊ ഈ 6 മണിയാകുമ്പോഴത്തേക്ക് കച്ചവടം എല്ലാം തീരും. അച്ഛൻ പൈസ എടുത്തുകൊണ്ട് അച്ഛൻ അങ്ങ് പോകും. ചിലപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട്
വീട്ടിൽ കൊണ്ട് തന്നിട്ടായിരിക്കും പോകുന്നത്. പോയിട്ട് വരുന്നത് രാത്രി 10 മണി 12 മണിയാകുമ്പം മദ്യപിച്ച് ഒരു ബോധവും ഇല്ലാതെ വരും. അപ്പൊ അമ്മ എല്ലാം വേവിച്ച് പിറക്കി വെക്കുന്ന അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി ആഹാരം കഴിച്ച എനിക്ക് ഓർമ്മയേ ഇല്ല. രണ്ടോ മൂന്നോ ദിവസം, ഈ 12 വയസ്സ് വരെ 2-3 ദിവസം ആഹാരം കഴിച്ച ഓർമ്മ മാത്രമേ എനിക്കുള്ള. അത്രത്തോളം എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോഴേ എന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അത് എനിക്ക് അറിയാം. എന്നിട്ട് കൈയും കാലും എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. അച്ഛനെ കാണുന്നതേ പേടിയായിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന ഉടനെ ചിലപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം അതോടുകൂടെ എടുത്ത് അങ്ങ് പുറത്ത് കളയും. ഞങ്ങൾക്ക് കഴിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളെ അടിച്ച് ഉപദ്രവിച്ച് ഞങ്ങളെ ചില ദിവസങ്ങളിൽ ഞങ്ങളെ അങ്ങ് പുറത്താക്കി പിന്നെ 2-3 മാസം ഞങ്ങളെ വീട്ടിനകത്ത് കയറ്റില്ല. അപ്പോഴ് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ, വല്യമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയി താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ പോവാൻ ബുക്കോ പുസ്തകം ഒന്നും തരത്തില്ല ചോദിച്ചാൽ. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വിദ്യാഭ്യാസം. അങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം നിന്നതെന്ന് പറഞ്ഞ സാറുമാര് ഞങ്ങൾ നിറയെ വഴക്ക് പറയും. കൂടെ ഇങ്ങനെ 1 മാസം സ്കൂളിൽ പോകില്ല, 2 മാസം സ്കൂളിൽ പോകില്ല. അപ്പൊ സാറന്മാർക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ ഈ അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ബുക്കും പുസ്തകവും തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്. ഞങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ എനിക്കാണെങ്കിൽ നാണക്കേടാണെങ്കിൽ പഠിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ പിന്നെ 7ാം ക്ലാസ് വരെ പാസ്സാവുന്നതിനും പോയി. അപ്പൊ ഈ 7ാം ക്ലാസ് പാസ്സായപ്പോഴത്തേക്കും ഈ അച്ഛൻ ഈ കച്ചവടമൊക്കെ ചെയ്ത് 1 ഏക്കർ സ്ഥലത്തോളം 77 സെന്റ് സ്ഥലം അച്ഛൻ വാങ്ങിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. അല്ലാതെ അച്ഛൻ ഈ മേശയിൽ ഇതിന് പൈസ വാങ്ങിച്ചിട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അച്ഛന്റെ പേരിൽ ഞാൻ സ്ഥലം അങ്ങ് വാങ്ങിച്ച്. എന്നിട്ട് ഈ അമ്മ ഒരു മറക്കാൻ വയ്യാത്ത 2 കാര്യം എന്ന് പറഞ്ഞ, അമ്മ ഈ പാചകമൊക്കെ ചെയ്യുമ്പോ ഈ മോദകമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചെറുപയറൊക്കെ അവിച്ച് ശർക്കരയും തേങ്ങ ഇട്ട്, അങ്ങനെ ശർക്കര പാനി കാച്ചിട്ട് അതിൽ തേങ്ങയും പയറൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ കുഴച്ച് ഒരു മുറത്തിൽ ഇലയിൽ തണുക്കാൻ വേണ്ടി, ബോള് പിടിക്കാൻ വേണ്ടി തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും. അപ്പോഴത്തേക്ക് എനിക്ക് കൊച്ചുകുട്ടി 10 വയസ്സിന് താഴെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അതിന്റെ മണമൊക്കെ കേട്ടപ്പോൾ അല്പം എടുത്ത് ഞാൻ വായിൽ രുചിച്ച് നോക്കി. അതെന്റെ അച്ഛൻ കണ്ടപ്പോഴത്തേക്ക് ഉടനെ തന്നെ അച്ഛൻ ഓടി വന്ന് എന്നെ ഒരിടത്ത് കൊണ്ട് ചമ്മണം പോട്ട് ഇരുത്തിയിട്ട് ആ മുറത്തോട് കൂടെ കൊണ്ട് എനിക്ക് അത്രയും ഞാൻ കഴിച്ചു തീർക്കണം. അതാണ് അച്ഛൻ തരുന്ന പണിഷ്മെന്റ്. ഒരു കൊച്ചു കുട്ടിക്ക് എത്ര കഴിക്കാൻ പറ്റും? രാവിലെ ഈ ഇത് ചെയ്ത ആ സമയം തൊട്ട് രാത്രി വരെ എന്നെ അവിടെ ഇരുത്തിക്കും. വേറെ ഭക്ഷണമൊന്നും തരാതെ ഇത് കഴിപ്പിച്ച് അടിച്ച് പിന്നെ ഛർദ്ദിച്ച് കരഞ്ഞ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്റെ രണ്ടാമത്തെ ചേച്ചി, ചെറിയ കുട്ടി, അമ്മ തേങ്ങ തിരികൊണ്ടിരുന്ന അപ്പൊ ഇതുപോലെ തേങ്ങ എടുത്ത് കഴിച്ചെന്നും പറഞ്ഞ അച്ഛൻ ഇതുപോലെ തന്നെ ഓടി വന്ന് ചേച്ചിയെ കൊണ്ട് എടുത്തിരുത്തിയിട്ട് 4-5 തേങ്ങ പൊട്ടിച്ച് ചേച്ചിയുടെ മുമ്പേ വെച്ചു കൊടുത്ത് ആ തേങ്ങ മുഴുവൻ കഴിച്ചു തീർക്കണം. അതേപോലെ അമ്മയ്ക്ക് അതിനു വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടംപോലെ അടി കൊടുക്കും. ഞങ്ങൾ കൊതിയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അടി കൊടുക്കും. കൊച്ചു കുട്ടികള് അപ്പൊ നമുക്ക് അറിയില്ല, ഈ അച്ഛന്റെ അടി കിട്ടിയാലും നമ്മൾ അച്ഛനെ കാണാതെ കഴിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ എതിർച്ചയിൽ വന്ന് കാണും. അങ്ങനെ ചേച്ചി അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുത്തും. ഇപ്പോഴും ഞാൻ തേങ്ങ തിരുമ്പോ എന്റെ ഹസ്ബൻഡ് കാണാനൊക്കെ കുറച്ചെടുത്ത് വായിലും. അത് നമുക്ക് അപ്പോഴും ഒരു തോന്നുന്ന ഒരു ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തി. ഞങ്ങൾക്ക് തുണിയോ ഒന്നും വാങ്ങിച്ചു തരും. യൂണിഫോം ആണെന്ന് ഒരു യൂണിഫോം എടുത്ത് അതിന് 100 തയ്യൽ തച്ച് കീറി. അത് കഴിഞ്ഞ് മഴ വന്നാൽ ഞങ്ങൾക്ക് അത് കഴുകിയ ഉണങ്ങൂല. അപ്പൊ ഈ ഹോട്ടലില് അന്ന് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, ഈ വിറവ് കത്തിക്കുമ്പോൾ ആ തീയിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഉണക്കിയാണ് ഞങ്ങള് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അത്ര ഞങ്ങൾ കഷ്ടപ്പെട്ട്. നമുക്ക് അതിനൊന്നും വിഷമമില്ല. സമാധാനത്തോട് സന്തോഷത്തോട് നമുക്ക് ഒരു ദിവസം കഴിച്ചു കൂട്ടിയാൽ നമുക്ക് അത്രയും മതിയായിരുന്നു. നമുക്ക് സമാധാനവും സന്തോഷവും ഒന്നുമില്ല. ഞങ്ങൾ രാത്രി 11-12 മണിയാകുമ്പോൾ അടിച്ചങ്ങ് വെളിയിലിറക്കും. ആരും വന്ന് അടുക്കാൻ സമ്മതിക്കില്ല. അവരെങ്കിൽ വെട്ടുവത്തിയും കൊണ്ട് ഓടും. രാത്രി ഒരു 4-5 കിലോമീറ്റർ ദൂരെയാണ് വല്യമ്മേരെ വീട്. അപ്പൊ ഈ ഒരു ആറുണ്ട്, അത് കടന്നു വേണം ഞങ്ങൾക്ക് അങ്ങ് അക്കരെ പോവാൻ. അത് ലൈറ്റില്ല, പട്ടിയുടെ ബഹളം. അത് അമ്മയാണെങ്കിൽ ഒരു ധൈര്യവും ഇല്ല. അമ്മ ഇങ്ങനെ ഈയല് വിറയ്ക്കും പോലെ വിറയ്ക്കും. ആ അമ്മയുടെ ഒരു മുഖമൊക്കെ ഇപ്പോഴും കാണുമ്പോൾ വലിയൊരു വിഷമാണ്. എൻ്റെ അമ്മയും അച്ഛനും ഈ ലോകം വിട്ട് എടുക്കപ്പെട്ട്, അച്ഛനാണെങ്കിൽ യേശുപ്പനെ അറിയും മുമ്പേ പോയി. ഞങ്ങൾ ഈഴവ ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഉള്ളത്. എൻ്റെ 35 വയസ്സ് വരെയും ഞങ്ങളത് വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ മാത്രമാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളത്. എൻ്റെ 2 ചേച്ചിമാരും നാമധേയ ക്രിസ്ത്യാനികൾ. മക്കളൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്.
അങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ ഉപദ്രവിച്ച് ഞങ്ങൾ വലിയമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ രാത്രികാലം ഓടും. അങ്ങനെയൊക്കെ ആയി. പിന്നെ സ്ഥലമൊക്കെ വാങ്ങിച്ചെങ്കിലും ഞങ്ങൾക്ക് സമാധാനമോ സന്തോഷമോ ഒന്നും തരില്ല. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചി കുറച്ച് വലുതായി അവൾക്ക് 17 വയസ്സൊക്കെ ആയപ്പോ അവൾക്ക് ജാതകം കൂടെ നടത്തി. അത് അമ്മയ്ക്ക് 40 സെന്റ് സ്ഥലവും വയലും ഒക്കെ അപ്പൂപ്പൻ കൊടുത്തത് എല്ലാം ചേച്ചിയുടെ പേര് ഞങ്ങൾ എഴുതി. അപ്പോഴമ്മ പറഞ്ഞു, എനിക്ക് നീ 2 പെൺകുട്ടികളില്ലേ, അവർക്ക് 10 സെന്റെങ്കിലും ഇട്ടേക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ മനഃപൂർവ്വം ഒന്നും ചെയ്യാതെ അങ്ങ് ചെയ്തു. അപ്പൊ അമ്മ വിചാരിച്ച് 80 സെന്റ് സ്ഥലം വാങ്ങിച്ചത് കിടപ്പുണ്ടല്ലോ, അത് 2 പേർക്കും കൂടെ കൊടുക്കാം, ഇത് മോളാണല്ലോ. പിന്നെ ഒന്നും പറയാതെ, അമ്മയ്ക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, എന്നാലും ആരെങ്കിലും വിട്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുമായിരുന്നു. എന്നാലും അച്ഛൻ അതൊന്നും കേൾക്കാതെ ജാതകം കൂടെ കഴിഞ്ഞ് അപ്പൊ ഈ 7ാം ക്ലാസ്സിലായപ്പോ അച്ഛൻ ഞങ്ങള് ഉപേക്ഷിച്ചിട്ട് അച്ഛൻ അങ്ങ് പോയി. ചേച്ചിയെ ജാതകം കൂടെ കഴിച്ചത് അച്ഛന്റെ സ്വന്തത്തിലുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടനാണെങ്കിൽ ജോലിക്കൊന്നും പോകില്ല, കള്ള് കുടിയും ചീട്ട് കളിയാണ്. അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ മക്കൾ നന്നാവണമെന്ന്, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് അങ്ങനത്തെ ഒരു ചിന്തയും അച്ഛനില്ല. അച്ഛന്റെ സ്വന്തം സുഖം, അതിലപ്പുറം അച്ഛൻ ഒന്നുമേ നോക്കിയിട്ടില്ല. അമ്മയാണെങ്കിൽ ഇതുപോലെ ഈ ചവിട്ടി അമ്മയുടെ യൂട്രസ് എല്ലാം ഈ വെളിയിൽ പോന്ന്, പിന്നെ അമ്മയ്ക്ക് ബ്ലീഡിങ്, അമ്മയ്ക്ക് മാനസികമായിട്ടൊക്കെ ഡിസ്പ്രഷൻ വന്ന്, അങ്ങനെ ഒരുപാട് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് അമ്മയെ അടിക്കുമ്പോൾ ഞങ്ങൾ പോയി പിടിക്കുമ്പോൾ ഞങ്ങളെ അടിക്കും, ഞങ്ങൾ തലമുടി ചിറ്റി ഞങ്ങൾ ചെവരിൽ ഇടിക്കും. അങ്ങനെ ഇപ്പോഴും എനിക്ക് തലയ്ക്കൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ, അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളെ ബാല്യകാലം എല്ലാം ദുഃഖങ്ങളായിരുന്നു, കണ്ണുനീര്, നിരാശ, ഒരു സന്തോഷവും ഞങ്ങൾക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്നേഹമോ ഒരു സന്തോഷമോ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കാതെ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, പാസ്റ്റർ ഒരു അനാഥാലയത്തിൽ കൊണ്ടിട്ട ഞങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസം കിട്ടും, നമുക്ക് നമ്മളെ സമശിഷ്ടം കുട്ടികൾ കാണും, അവരോട് സ്നേഹം കിട്ടും, ഞങ്ങൾക്ക് നല്ലൊരു ഭാവി കിട്ടുമായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഒരു സന്തോഷവും അനുഭവിക്കാതെ ജീവിക്കേണ്ടി വന്ന ബാല്യകാലത്തെ കുറിച്ചൊക്കെ വളരെ വേദനയോട് കൂടെ അതൊക്കെ ഓർക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ അച്ഛൻ അങ്ങ് ഹോട്ടലൊക്കെ മതിയാക്കി. അപ്പൊ ചേച്ചിയുടെ ജാതകം കൂടെ ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇത് 50 സെന്റ് സ്ഥലം അച്ഛൻ വിറ്റോണ്ട് അങ്ങ് പോയി. കയ്യിലുള്ള പൈസ ഞങ്ങൾക്കൊന്നും സാമ്പത്തികമായിട്ട് വേറെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും സ്വാതന്ത്ര്യമായിട്ടില്ല, എല്ലാം അച്ഛൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെ പോയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു സ്വന്തത്തോട് ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് വലിയച്ഛൻ്റെ വീട്ടിൽ പോയി. ആ വലിയച്ഛന് 4 ആൺമക്കളാണ്. അപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവരൊക്കെ പറയുന്നത് ഞാൻ ജനിച്ചപ്പോഴത്തേക്കാണ് അച്ഛൻ നല്ല സാമ്പത്തികമായിട്ടും ഹോട്ടലിൽ തുടങ്ങിയതും സ്ഥലം വാങ്ങിച്ചതും എല്ലാ നന്മകളും വന്ന എന്നെ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ അങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളുണ്ട്. ഞാൻ മേട 10 ഉദയം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച് പെൺചിത്തിര എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, ഏത് വീട്ടിൽ പോയാലും അവര് നന്നാവുക, അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നെ വലിയച്ഛൻ വിളിച്ചുകൊണ്ട് പോയി. അവിടെ 4 അണ്ണന്മാരും വലിയച്ഛനും വലിയമ്മയും പിന്നെ ഞാനും. അപ്പൊ 7 പേർക്കുള്ള ഭക്ഷണം, ഈ 12 വയസ്സായ കുട്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കണം. അവിടെ പിന്നെ പന്നിയുണ്ട്, ആ പന്നിക്ക് പുളിയങ്കുരു അവിച്ച് കൊടുക്കണം, ആടുണ്ട്, അതിന് പുല്ല് പറിക്കണം. എനിക്ക് ഒരു റെസ്റ്റും ഇല്ല. എന്നാലും സമാധാനം ഉള്ളത് കൊണ്ട് എങ്കിലും എനിക്ക് എൻ്റെ അമ്മയും സഹോദരങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഒറ്റപ്പെടൽ, ഒരു 12 വയസ്സായ ഒരു ബാല്യകാലമല്ലേ, ഒരു ഒറ്റപ്പെടൽ. അങ്ങനെ അച്ഛൻ പോയിട്ട് പിന്നെ 2 ചേച്ചിമാരും അമ്മയും വീട്ടിലായി. ഹോട്ടലങ്ങ് ഒഴിഞ്ഞു കൊടുത്തപ്പം വീട്ടിലായി. അപ്പൊ ഈ ചേച്ചിയുടെ ജാതകം കൂടെ കഴിഞ്ഞ് നിൽക്കുന്ന ചേച്ചി പിന്നെ ഈ തേങ്ങ കച്ചവടം കുറച്ച് വരുന്ന തേങ്ങകളെല്ലാം വാങ്ങിച്ച് 100 200 തേങ്ങ ഒരുമിച്ച് കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ളത് അങ്ങനെ കിട്ടും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ജീവിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ വീണ്ടും അച്ഛൻ്റെ മൂത്ത സഹോദരിയെ വിട്ട് ചേച്ചി അങ്ങ് വിളിപ്പിച്ച് കല്യാണം കഴിച്ച് കൊടുക്കണം, നീങ്ങി പോരെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പോയി. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഇവര് 3 പേരുമായിട്ട് കഴിഞ്ഞ ആഹാരമൊക്കെ കഴിച്ച് രാത്രി ആ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കും. ഈ അച്ഛൻ രാത്രി എവിടെന്ന് പറഞ്ഞെന്ന് അറിയില്ല, പകലൊന്നും കാണത്തില്ല, രാത്രി ആവുമ്പം സന്ധ്യ ആവുമ്പോഴത്തേക്ക് അച്ഛൻ ഒരു വെട്ടുത്തീ കൊണ്ടൊക്കെ വരും, രാത്രി ഉപദ്രവിക്കാനായിട്ട് ഓടിക്കും. ഒരു പ്രാവശ്യം വീട് ഇതുപോലെ ഓലക്കെട്ടിടമാണ്. അപ്പം ഈ വീടിന് അച്ഛൻ കത്തിച്ച് ഇങ്ങനെ തീപ്പെട്ടി കത്തി ഉടനെ തന്നെ എല്ലാവരും കൂടെ വന്ന് അതിനെയൊക്കെ അണച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളിൽ കൂടെയാണ്. ഒരു ദിവസം പോലും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ ഈ വീട്ടിൽ കിടക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഈ അമ്മയും 2 ചേച്ചിമാരും കൊണ്ട് ഓരോ വീടുകളും രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് സമാധാനം ഇല്ലാതെ മരണ ഭയം കൊണ്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ പോകും. അപ്പൊ ഈ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഈ അച്ഛൻ അറിഞ്ഞിട്ട് ആ വീടുകളിൽ ഈ വെട്ടുവത്തിയും കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തും. ഇനി മേല ഈ വീട്ടിൽ കിടത്തരുത്, എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അവർ പറയും, നിങ്ങൾ വരല്ലേ, നിങ്ങൾക്ക് സമാധാനം
സമാധാനം വേണം. അവരെ കുറ്റം പറയാൻ പറ്റൂല പാസ്റ്റർ. ഞങ്ങളാരും അങ്ങനെയല്ലേ ചെയ്യും. അങ്ങനെ ഓരോ വീട് മാറി 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 ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി രാത്രി അന്തി ഉറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അവസാനം അച്ഛന്റെയും അമ്മയുടെയും സ്വന്തമായ ഒരു അപ്പച്ചി ഉണ്ടായിരുന്നു. ആ അപ്പച്ചിയുടെ വീട്ടിലാണ് ലാസ്റ്റ് ഇവർ പോയി. ഞാൻ മലീസിന്റെ വീട്ടിലാണെങ്കിൽ 2 ചേച്ചിമാരും അമ്മ അവരുടെയാണ് പോയി കിടന്നത്. അപ്പോഴത്തേക്ക് ആ അപ്പച്ചിയുടെ മോൻ പറഞ്ഞു, അക്ക നീ പേടിക്കണ്ട, നിന്റെ 2 മക്കളെയും കൊണ്ട് നീ എത്ര നാള് വേണം ഇവിടെ വന്ന് കിടന്ന്, ഇവിടെ ആരും നിന്നെ ഇറക്കി വിടാൻ വരില്ല എന്നും പറഞ്ഞ് ആ അണ്ണ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റൂല പാസ്റ്റർ. ഞങ്ങളെ കഷ്ടകാലത്ത് അവരൊക്കെ ഞങ്ങൾക്കൊരു വലിയ സഹായമായിരുന്നു. ആ അണ്ണ ഇന്ന് ഈ ലോകത്തിലെ മുരുകൻ എന്നാണ് പേര്. അണ്ണ ഈ നാടകത്തിലും അതേപോലെ കഥാപ്രസംഗമൊക്കെ പറയുന്നതാണ്. കാട്ടാക്കട കാതുകൾ അവരൊക്കെ അറിയപ്പെട്ട ആൾക്കാരാണ്. അവർക്കൊക്കെ വിദ്യാഭ്യാസവും അറിവും എല്ലാം ഉള്ളതാണ്. അങ്ങനെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ മാനസിക ഡിസ്പർഷൻ ഉണ്ട്. അമ്മയ്ക്ക് ആരോഗ്യമില്ല. ഈ ഇടിയൊക്കെ കൊണ്ട് ക്ഷയത്തിന്റെ ശ്വാസം മുട്ടൽ അങ്ങനെ കൊണ്ട് രാത്രി ഉറക്കമില്ല. അപ്പോൾ ഈ അപ്പച്ചി പറയും, നിന്റെ അമ്മയ്ക്ക് ഉറക്കമില്ലാതെ ഞാൻ അവളെ കൊച്ചു പിള്ളേരെ താരാട്ട് പാടി ഉറക്കും പോലെ എൻ്റെ അമ്മയെ ഉറക്കിയിട്ടൊന്നുണ്ടെന്ന് അത്രത്തോളം അവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു അമ്മയ്ക്ക് നല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ചെയ്യില്ല. പിന്നെ അമ്മയുടെ ആൾക്കാരൊന്നും അടുപ്പിക്കാൻ സമ്മതിക്കില്ല. അവരെ വെട്ടുവത്തി എടുത്തുകൊണ്ട് ഓടിക്കും. അപ്പം അതുകൊണ്ട് നമ്മളൊന്നും അവരോട് പറയാനും പോകില്ല, അവര് വീട്ടിലും പോകില്ല, പട്ടിണി കിടന്നാലും പോകില്ല. അങ്ങനെ മൂത്ത ചേച്ചിയെ അങ്ങ് വിളിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞ് 2ാമത്തെ ചേച്ചി അമ്മയും ശേഷിച്ച്. അപ്പോൾ ഇവർക്ക് ഭക്ഷണത്തിനുള്ള ഒരു വകയും ഇല്ലല്ലോ. അപ്പൊ എന്റെ 2ാമത്തെ ചേച്ചിക്ക് അന്ന് 14 വയസ്സുണ്ട് പാസ്റ്റേ. അപ്പോൾ ചേച്ചി വീട്ടിന്റെ അടുത്ത് ഒരു ചായക്കടയുണ്ട്. അപ്പൊ അണ്ണന്റെ കൂടി പോയി പറഞ്ഞ്, അണ്ണ ഞാൻ ഇവിടെ എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ, എനിക്കും അമ്മയ്ക്കും ഭക്ഷണത്തിനുള്ള നിവർത്തി ഇല്ല എന്ന് പറഞ്ഞപ്പോ അണ്ണപ്പാവം നമുക്ക് അറിയാന്നുള്ളതാണ് നമ്മള്. അപ്പം പറഞ്ഞു, എന്നാ നീ നീ പാത്രമൊക്കെ കഴുകി അവിടെ തൂത്ത് വാരി, പിന്നെ കിണറ്റിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം, ചായക്കടയാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം കോരി കൊടുക്കണം. വെള്ളം കോരി കൊടുത്ത് പിന്നെ അരി ഉഴുന്നൊക്കെ ആട്ടണം എന്ന് പറഞ്ഞ അപ്പഴീ മില്ലൊന്നുമില്ലല്ലോ പാസ്റ്റേ. അങ്ങനെ അരി ഉഴുന്നു ആട്ടണം. അപ്പൊ ആളുകൾ കണ്ടുകൊണ്ട് പോകുമ്പോ ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞ ചേച്ചിയെക്കാളും ഉള്ള ഒരു ആട്ടുകല്ലാണ്. എന്നാലും അവള് ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 8 വയസ്സ് തൊട്ട് ഞങ്ങൾ ചായക്കടയിൽ ജോലി ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചി സപ്ലയർ ആയിട്ട്, അമ്മ അടുക്കളയിൽ പാചകത്തിനായിട്ട്, ഞാനും എൻ്റെ 2ാമത്തെ ചേച്ചിയാണ് ഈ 7-8 വയസ്സുള്ള ഞങ്ങളാണ് തൂക്കണത്, പാത്രം കഴുകണത്. ഞങ്ങളെ ഹോട്ടലിലേക്ക് വേണ്ടുന്ന വെള്ളം അത്രയും ഞങ്ങളെ കടയിൽ കുറെ ദൂരെ പോയാണ് പോയത്. അപ്പൊ ഹോട്ടലിലേക്ക് ഒരുപാട് വെള്ളം വേണം. അപ്പോഴത്തേക്ക് ചെറിയ കുടങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോകും മുമ്പേ ഈ വെള്ളം അത്രയും ഇവിടെ അണ്ടാവിലെ കൊണ്ട് ഒഴിക്കണം. അതിന്റെ ചേച്ചിയുടെ ഇടുപ്പെല്ലാം കാച്ച് പൊടി. കൊച്ചല്ലേ, 8 വയസ്സെന്ന് പറഞ്ഞ മൃദു ശരീരങ്ങളൊക്കെ അല്ലേ. അപ്പം ആരുമില്ല നമ്മളെ സഹായിക്കാൻ. ആ ചേച്ചി ഒരുപാട് കഷ്ടം. അതുകൊണ്ട് ജോലി ചെയ്യണ ഒരു മടിയില്ല, നല്ല വൃത്തിയായിട്ട് ജോലി. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ആണ് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോ അച്ഛൻ അറിഞ്ഞ ചേച്ചി അവിടെ ജോലിക്ക് ചെന്നു. ഉടനെ അവിടെ പോയി. എവിടെ പോകുമ്പോൾ വെട്ടുകത്തി കാണും ആളുകളെ ഭീഷണിപ്പെടുത്താനായിട്ട്. അപ്പോഴും പറഞ്ഞു, അവളെ ഇവിടെ കയറ്റാനോ ആഹാരം കൊടുക്കാനോ ജോലിക്കോ നിർത്തല്ലേ, എങ്കിൽ നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുക. അങ്ങനെ ആ ജോലി പോയി. അങ്ങനെ ആഹാരത്തിന് വകയില്ലാതെ വിശന്ന് ദാഹിച്ച് ഒരിടവും പോവാൻ പാടില്ല. പോയാൽ അവിടെ വഴുക്ക് പറയായിട്ട് 2 വിശന്നിരുന്ന. അപ്പം അമ്മയുടെ ഒരു സ്വന്തത്തിൽ ഒരു കുഞ്ഞമ്മ അവിടെ അവരുടെ സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇവര് വിശന്ന് ഒരു ഇതില്ലാതെ ഇരിക്കുന്ന, ഒരു ജീവനില്ലാത്ത പോലെ. അപ്പോൾ ചോദിച്ചപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിറഞ്ഞപ്പോ ആ കുഞ്ഞമ്മേര് ഭർത്താവിന്റെ അനിയൻ ഇവിടെ ചെറിയങ്കില് ഒരു കടയിൽ നിൽക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞുമ്മ പോയി പറഞ്ഞ്, ആ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ട് ജോലിക്കെങ്കിലും ആക്കുക, അതുങ്ങൾ പട്ടിണി കിടന്ന് ചാവണിനെക്കാരും പറഞ്ഞ് ആ അണ്ണനാണ് എൻ്റെ 2ാമത്തെ ചേച്ചിയെ ചെറിയെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് കൊണ്ടാക്കാനായിട്ട്. ലാസ്റ്റ് അമ്മയും ചേച്ചിയാണ് ഉള്ളത്. അപ്പൊ അണ്ണ ആ ചേച്ചിയെ ജോലിക്ക് പോകാനായിട്ട് ഇങ്ങനെ വിളിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു തുണിയില്ല ഉടുത്തോണ്ട് പോകും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത്, ഞങ്ങൾ ജനിച്ചു വളർന്നത് പാസ്റ്റേ ഞങ്ങള് ട്രിവേന്ദ്രം കാട്ടാക്കട എന്ന് പറഞ്ഞ, കാട്ടാക്കടയും കഴിഞ്ഞ് കീഴാറു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഒരു കീഴാറും പാറച്ചൽ കടയാറ് മൂടി കടയാറ് പുത്തം വീടെന്നാണ് ഞങ്ങളെ വീട്ടിന്റെ പേര്. ഞങ്ങൾക്ക് ഇപ്പൊ 15 വയസ്സ് വരെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. അപ്പോഴത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് അപ്പോഴത്തേക്ക് ഒരാൾക്കാരുമായിട്ട് ഞങ്ങൾക്കൊരു സഹകരണമോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ബന്ധുക്കളെ വീട്ടിൽ അച്ഛന്റെ ബന്ധുക്കളോ അമ്മയുടെ ബന്ധുക്കളോ നാട്ടുകാരോ ആരുമായിട്ട് സഹകരിക്കാനൊന്നും അപ്പൊ നമുക്ക് ആൾക്കാരുമായിട്ട് ഒരു സഹകരണമോ ബന്ധമോ ഇടപെടാനോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കൊക്കെ പേടിയായതുകൊണ്ട് ഒന്നും അറിയില്ല. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ ഈ അണ്ണൻ വന്ന് വിളിച്ചപ്പോഴത്തേക്കും ചേച്ചി നിലവിളിച്ചോണ്ട് തലയിൽ കൈവച്ച് നിലവിളിച്ചോണ്ട് എന്ന് എവിടെ
കൊണ്ടുപോകണമെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ ബുദ്ധിയോ അങ്ങനെ കഴിവൊന്നും ഈ അച്ഛന്റെ ഭീഷണിയും ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഒന്നും അറിഞ്ഞോളൊരു ബോധം ഇല്ലാത്ത കണക്കൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ചേച്ചി എനിക്ക് ഇങ്ങനെ തലയിൽ കൈവച്ചോണ്ട് നിലവിളിച്ചോണ്ട് ഈ കൊല്ലം കോഴിയെ പിടിക്കുമ്പം അത് കരയും പോലെ നിലവിളിച്ചോണ്ട് പോയിരുന്നു. പിന്നെ ഈ നല്ലൊരു കീറിയ വസ്ത്രം കൊടുത്തോണ്ട് പോയ കാട്ടാക്കട കൊണ്ടുവന്ന് അന്ന് അവിടെ തയ്യൽക്കടയിൽ നിന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു തോർത്തൊക്കെ വാങ്ങിച്ച് അവളെ ഉടുപ്പിച്ചാണ് ജോലിക്ക് കൊണ്ടാക്കിയത്. പിന്നെ കുറെ കാലം അങ്ങനെ അവിടെയൊക്കെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നിന്ന് അപ്പോഴത്തേക്ക് ചേച്ചി കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ വന്ന് പറയാണ്, മക്കളെ ഞാൻ ചേച്ചിയെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പാവം എൻ്റെ അമ്മയെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ പോകുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പാസ്റ്റർ, നമ്മളൊരു വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അമ്മ ഇപ്പൊ വരും, അമ്മ പോയിട്ട് വരാന്നല്ലേ പറഞ്ഞത്. അമ്മ ഇപ്പൊ വരുമെന്ന് ഞാൻ നോക്കി 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 ഞാൻ ഇങ്ങനെ ഓരോ ദിവസങ്ങളും രായും പകലും എൻ്റെ അമ്മയെ കണ്ണും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ആഹാരം ഒന്നും വേണ്ട, എനിക്ക് എപ്പോഴും ദുഃഖം, നെടുവീർപ്പ്, നിരാശ. അപ്പൊ ഞങ്ങള് ആ വലിയച്ഛന്റെ വീട്ടിന്റെ അടുത്ത് ആറുണ്ട്, അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് കരയും, എൻ്റെ അമ്മയെ കാണണം, സഹോദരങ്ങളെ കാണണം, എവിടെയാണെന്ന് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയെ കണ്ടില്ല. അപ്പൊ ഈ ചേച്ചിയുടെ കല്യാണമായി. അപ്പൊ ഈ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ അറിയിച്ചിട്ടില്ല, എൻ്റെ രണ്ടാമത്തെ ചേച്ചിയെ അറിയിച്ചിട്ടില്ല. ഒരു പ്രസവിച്ച ഒരു അമ്മയ്ക്ക് ആദ്യത്തെ മോളെ കല്യാണം കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. ലോകത്ത് ഒരു അമ്മമാർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ വരൂല്ല പാസ്റ്റർ. അത്രത്തോളം അമ്മയും ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത്. അപ്പൊ ഞാൻ വലിയച്ഛന്റെ വീട്ടില്, ഈ വലിയച്ഛന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ചേട്ടന്റെ വീട്. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഡ്രസ്സോ ഒന്നും ഇല്ലായിരുന്നു പാസ്റ്റർ, ഒരു കീറിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് കല്യാണത്തിന് ഒക്കെ പങ്കെടുത്തത്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഗർഭിണിയായ അവളെ പ്രസവം ആയപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞ് അമ്മയെ വിളിക്കണം, ഒരമ്മ നോക്കും പോലെ ആരും നോക്കൂലോ എന്ന് പറയും. അങ്ങനെയൊക്കെ അമ്മയെ ചേച്ചിയുടെ പ്രസവത്തിനായിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ചേച്ചിയുടെ പ്രസവം ഒക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ അച്ഛൻ ഇതറിഞ്ഞ അച്ഛൻ അവിടെ വന്നിട്ട് അപ്പൊ രണ്ടാമത് ചെറിയും കൂടി നിൽക്കണം. അപ്പം വന്ന് വീണ്ടും ഞങ്ങളുടെ അങ്ങ് കൂട്ടായി ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. എന്റെ ചെറിയും കൂടി നിന്ന് ചേച്ചിയും വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് വലിച്ചെടുത്ത് എന്നെയും വിളിച്ചോണ്ട് പോയി. അമ്മയും കൂടെ ഞങ്ങൾ കൊണ്ണീര് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പച്ചിയുടെ വീട്, അച്ഛന്റെ സഹോദരി വീട്ടിന്റെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അവിടെ താമസമായി. അപ്പൊ ഈ ചെറിയും കൂടി ജോലി ചെയ്ത് പൈസ എല്ലാം അച്ഛൻ അങ്ങ് വാങ്ങിച്ച്, ഒന്നും അവക്കൊന്നും എടുത്തില്ല, അങ്ങനെ വാങ്ങിച്ച്. ഇതിന്റെ ഇടയിൽ 80 സെന്റ് സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞ 50 സെന്റ് സ്ഥലം അച്ഛൻ വിറ്റുകൊണ്ട് പോയി. കയ്യിലുള്ള പൈസ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങളെ ദ്രോഹിച്ച് പൈസ, ഞങ്ങള് ജോലി ചെയ്ത് പൈസയാണ് അച്ഛൻ എടുത്തോണ്ട്, അല്ല അച്ഛൻ ജോലി ചെയ്തതല്ല ഈ സ്ഥലങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങള് 3 മക്കൾ, കൊച്ചു മക്കളും ഞങ്ങളെ അമ്മയും കൂടി ജോലി ചെയ്ത് സമ്പാദിച്ച് അച്ഛൻ വാങ്ങിച്ച് അച്ഛൻ എല്ലാം എടുത്തോണ്ട് പോയി. ഞങ്ങൾക്ക് ഒരു പോലും തന്നില്ല. പിന്നെ 30 സെന്റ് 27 സെന്റ് സ്ഥലം അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചേച്ചി ഈ വീട്ടിൽ ജോലി ചെയ്ത് പൈസയും അച്ഛൻ വാങ്ങിച്ച്. അങ്ങനെ പിന്നെ കുറെ ദിവസം കൊണ്ടുവന്ന് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി വാടകയ്ക്ക് താമസിച്ചു. പിന്നെ അങ്ങനെ അപ്പൊ അച്ഛൻ ഈ ഹോട്ടല് മതിയാക്കിയപ്പോ അച്ഛൻ സിറ്റിയില് ഈ ജഗതി എന്ന് പറയുന്ന ജഗതി എന്ന സ്ഥലത്തൊക്കെയാണ് അച്ഛൻ ജോലിക്ക് വരും. ഈ പറമ്പിലെ ജോലികള്, തെങ്ങിന്റെ മൂട് ചെത്തി വൃത്തിയാക്കാൻ, ഓരോ വലിയ വീട്ടുകളിലൊക്കെ പോയി ജോലി. അപ്പൊ അവിടെ ഒരു ചേച്ചി പറഞ്ഞു, ഒരു ജോലിക്ക് ഒരു കുട്ടിയെ വേണം, നമ്മള് കൊണ്ടു തരുവാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഞങ്ങൾ എന്റെ രണ്ടാമത്തെ ചേച്ചീനെ പറഞ്ഞ് ഇങ്ങനെ ജഗതിയിൽ ഒരു ആള് ജോലിക്ക് വേണമെന്ന് പറഞ്ഞ്, നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കാൻ പോവുകയാണ്, നിന്റെ അച്ഛൻ എന്ന് പറയരുത്, വീട്ടിന്റെ അടുത്തുള്ള അണ്ണ എന്ന് പറയണം എന്ന് പറഞ്ഞ്. ഒരു മാമൻ എന്ന് പറഞ്ഞാലും നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജനിച്ചു വളർത്തിയ ഒരു അച്ഛൻ അണ്ണ എന്ന് വിളിക്കാന്ന് പറഞ്ഞ്. പിന്നെ എന്റെ ചേച്ചിയാണെങ്കിൽ അവൾ ഇച്ചിരി കുറുമ്പോൾ അച്ഛന്റെ കുറച്ച് ധൈര്യമൊക്കെ അവൾക്കുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാനോ വിളിക്കാനോ പറ്റൂല. അങ്ങനെ ആ ചേച്ചി അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ അവിടെയുള്ള ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇതിന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. ആ ചേച്ചി ജോലിയുടെ ശമ്പളം എല്ലാം മാസം തോറും പോയി ഞങ്ങൾക്കെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരും. അമ്മ പറഞ്ഞു വിട്ടതാണ്, അമ്മയ്ക്ക് വരാൻ അറിയില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം അച്ഛൻ തന്നെ, അതും അച്ഛൻ എല്ലാം അങ്ങ് എടുക്കും. അങ്ങനെ കുറെ നാൾ അങ്ങനെ ആ പൈസകളെല്ലാം ആക്കി. അപ്പൊ ഞാനും അമ്മയും പിന്നെ അച്ഛനും കൂടെ വീണ്ടും അച്ഛൻ ഭയങ്കര ബഹളമായി. അമ്മയെ അടിച്ചും ഇടിച്ചും അമ്മ അങ്ങ് ഒട്ടും അമ്മയ്ക്ക് വയ്യാതെ എന്ന് പറഞ്ഞ ബ്ലഡ് എല്ലാം ശരീരത്തിൽ നിന്ന് വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. യൂട്രസ് വെളിയിൽ ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആണ്. പക്ഷെ ഞങ്ങളോട് പറയില്ല, ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, അതുകൊണ്ട് അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഈ അപ്പച്ചിക്ക് അറിയാം, ഞങ്ങൾ ലാസ്റ്റ് കിടക്കാൻ പോയ അപ്പച്ചിക്ക് അറിയാം. അപ്പൊ അപ്പച്ചി
എന്റെ രണ്ടാമത്തെ ചേച്ചിയെ വിളിച്ചതെന്ന് വലിയ വീടുകളിലല്ലേ ജോലിക്ക് നിൽക്കുന്നത്, അപ്പൊ അവരോട് പറഞ്ഞ എന്തെങ്കിലും നടക്കും എന്നുള്ള അറിയാം. അങ്ങനെ പറഞ്ഞു, മക്കളെ നിന്റെ അമ്മയെ നിങ്ങൾക്ക് ജീവനോട് വേണം, നിങ്ങൾക്ക് ഒരു അന്ത്യക്കൂട്ടിന് വേണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം, അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചി അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന അവരെ അനിയത്തി ട്രിവേന്ദ്രം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് പഠിച്ച് ഇറങ്ങുന്ന സമയമായിരുന്നു. ദൈവം നമ്മളെ അവിടെയും ദൈവം ഞങ്ങൾ യേശുപ്പനെ അറിഞ്ഞില്ല എങ്കിലും ദൈവം മുന്നമേ നമ്മളെ കണ്ടിരുന്ന് വചനത്തിൽ പറയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം ഞങ്ങളെ കണ്ട്. നമുക്ക് ദൈവത്തെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ആ ചേച്ചിനെ ഒരുക്കിയിരുന്നത് കൊണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ ചേച്ചി അവളാണെങ്കിൽ നല്ല ജോലി ചെയ്യും, 8 വയസ്സ് തൊട്ടേ കടയിൽ ജോലി ചെയ്ത് ഭയങ്കര വൃത്തിയും നീറ്റായിട്ട് ജോലി ചെയ്യും. ആ നിൽക്കുന്ന വീട്ടിലാണെങ്കിൽ 10 പേരുണ്ട്. ഈ 10 പേർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അവരുടെ തുണികൾ അന്നൊന്നും മെഷീനോ ഒന്നുമില്ലല്ലോ, എല്ലാം കൈകൊണ്ട് തന്നെ ആട്ടണം, പൊടിക്കണം, ഇതെല്ലാം ഇടിക്കണം, തുണികൾ കഴുകണം, തൂത്ത് തുടയ്ക്കണം, അങ്ങനെ ഭയങ്കര ജോലികൾ. പക്ഷേ 5 മണിക്ക് കഴിച്ചാൽ രാത്രി 11 മണി വരെ 17 വയസ്സൊക്കെ വരും. എല്ലാ ജോലികളും ചെയ്യും പാസ്റ്റേ. അങ്ങനെ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിന്. അപ്പം പറഞ്ഞ ശോഭനെങ്കിൽ വിളിച്ചോണ്ട് പോവാ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക. അങ്ങനെ ആ ചേച്ചി തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒക്കെ നോക്കിയപ്പോൾ സീരിയസ് ആണ് വെച്ച് എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മീനെ ഞാനാണ് അമ്മയ്ക്ക് കൂട്ടായിട്ട് പോയി. അപ്പോഴത്തേക്ക് ബ്ലഡ് ഇല്ല, പിന്നെ ശ്വാസം മുട്ടിന്റെ പ്രയാസം ഭയങ്കരമായി സീരിയസ് ആണ്, കിട്ടുമോന്ന് പോലും അറിയത്തില്ല. പിന്നെ അവര് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെല്ലാം ചെയ്ത് 1 മാസം എടുക്കേണ്ടി വരും ഓപ്പറേഷൻ കഴിയാൻ. അപ്പൊ ഈ ഓപ്പറേഷത്തിന്റെ അന്ന് അപ്പൊ ഓപ്പറേഷൻ കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ബ്ലഡ് വേണം. അപ്പൊ O നെഗറ്റീവ് ആണ്. അപ്പൊ O നെഗറ്റീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്, പോയിട്ട് 1 2 കുപ്പി പോരാന്നും പറഞ്ഞ്. അപ്പോഴാ ഞാനാണെങ്കിൽ നല്ല പുഷ്ടിയുണ്ട്, നല്ല വണ്ണമാണ് ചെറുതില്. ബ്ലഡ് ഉണ്ടോ ഇല്ലെങ്കിൽ ഇത് കാണുമ്പം നിറയെ ബ്ലഡ് ഉള്ളത് പോലെ. അപ്പം അമ്മയോട് പറഞ്ഞ് ബ്ലഡ് തികഞ്ഞില്ലെങ്കിൽ ഈ കൊച്ചിന്റെ ബ്ലഡ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മയ്ക്ക് വീണ്ടും അമ്മ ഭയങ്കര വിഷമമായി, ഡിസ്പ്രഷനൊക്കെ വന്ന്. അറിഞ്ഞുകൂടെ പാസ്റ്റേ ബ്ലഡ് എടുത്താൽ അത് കുഴപ്പമൊന്നും ഇല്ല എന്നൊന്നും അന്നത്തെ കാലത്ത് അറിയില്ല, ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നും പറഞ്ഞ് അന്ന് ഭയങ്കര വിഷമം. അപ്പം ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, എടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ വിളിച്ച് പറഞ്ഞു അഥവാ കിട്ടിയില്ലെങ്കിൽ എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മയുടെ ഓപ്പറേഷത്തിന് ഒരു 15 വയസ്സ് അന്ന് എനിക്കുണ്ട്. ഞാൻ മാത്രമുണ്ട് മെഡിക്കൽ കോളേജിൽ അമ്മയുടെ ഓപ്പറേഷത്തിന് പുറത്തിരിക്കാൻ. ഒരുപാട് അമ്മയുടെ കൂടി ഓപ്പറേഷൻ ചെയ്തിട്ട് അവർക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെളിയിരിക്കുകയാണ്. അമ്മയെ ഓപ്പറേഷത്തിന് കയറ്റി ആ നിമിഷം തൊട്ട് അമ്മയെ കാണുന്നത് വരെയും ഞാൻ കരച്ചില്. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നതാണെന്ന്. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോയി എവിടെ കയറണം എവിടെ ഇറങ്ങണം ഒന്നും അറിയത്തില്ല. പക്ഷെ ഈ ഡോക്ടർ അവിടെ ഉള്ളത് കൊണ്ട് അവര് തന്നെ ും നഴ്സുമാർ, ഇന്നത്തെ കാലം അല്ല, അന്ന് ഡോക്ടറെയൊക്കെ ഭയങ്കര ബഹുമാനവും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അപ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാം എന്നെ പരിചയപ്പെടുത്തി എന്നെ റൂമിൽ കൊണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അവരുടെ മുകളിൽ അവർക്ക് ഹോസ്റ്റല് പോലെ അവർക്ക് അതിന് റൂമൊക്കെ ഉണ്ട്. അവിടെ എന്നെ ലിഫ്റ്റുകാരനെ ഏർപ്പാട് ചെയ്ത് അവിടെ കൊണ്ടുപോയി അവിടെ കുളിക്കാനും പിന്നെ ഹീറ്ററൊക്കെ ഉണ്ട്, വെള്ളം ഞങ്ങൾക്ക് തിളപ്പിക്കാനും ഒക്കെ എല്ലാം. ഞങ്ങൾക്ക് ഒരു പൈസയും ഇല്ല, ഞങ്ങൾക്ക് ആളുമില്ല. പക്ഷേ ഇവരുള്ളത് കൊണ്ട് എത്ര പേരുള്ള കാലം ഞങ്ങൾക്ക് നല്ല സഹായം കിട്ടി. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് ഈ 2 മാസം ഞങ്ങൾക്ക് കൊണ്ടുതന്ന്. അങ്ങനെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഭക്ഷണം ഇല്ല, ഞങ്ങൾ എവിടെ പോകും അറിയില്ല. അപ്പൊ അമ്മയുടെ ആൾക്കാരെല്ലാം നല്ല ഉദ്യോഗസ്ഥര്, ഏക്കർ കണക്ക് സ്ഥലവും വയലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോകില്ല. ഈ അച്ഛൻ വഴക്കിന് പോയിട്ട് ഞങ്ങൾ കാരണം അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ അമ്മയുടെ ഒരു കുഞ്ഞമ്മ അറിഞ്ഞ്. അങ്ങനെ എന്നീ അമ്മയും കൂട്ടി അവര് വീട്ടിൽ വിളിച്ചോണ്ടിരുത്തി 3 മാസം അവര് ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ തന്ന് നല്ലതായിട്ട് നോക്കി. പിന്നെ നമ്മൾ നിൽക്കണ മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എന്റെ ചേച്ചിയുടെ വീട്ടിന്റെ അടുത്ത് ഒരു ചെറിയ വീടുണ്ടായിരുന്നു, അവിടെ ഞാനും അമ്മയും താമസമായി. അപ്പം വീട്ടിന്റെ അടുത്ത് ഒരു ഖാദി ബോർഡ് ഉണ്ടായിരുന്നു, ഈ ചർക്കയില് നൂല് അപ്പൊ ഞാൻ ആ ജോലിക്ക് പോയി. പക്ഷെ ജോലിക്ക് പോയെങ്കിൽ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഭക്ഷണം വയറ് നിറയെ കഴിക്കാനോ ഒന്നും എപ്പോഴും അങ്ങനത്തെ ഒരു ദാരിദ്ര്യമുള്ള ഒരു കാലമാണ്. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ 2 കൊച്ചു കുട്ടികള്, ചേട്ടൻ ജോലിക്ക് പോകില്ല, ചീട്ടുകളി, ചേട്ടനും കൊച്ചുങ്ങൾക്കും എല്ലാം ആഹാരം. ചേച്ചി വീണ്ടും തേങ്ങാ കച്ചവടം, കല്യാണങ്ങളിൽ തേങ്ങാ കച്ചവടം നടത്തിയാണ് അവർ വീട് കഴിക്കുന്നത്. അതിൽ കൂടി ഞങ്ങൾക്ക് തരാൻ ഒരു നിവൃത്തി അവർക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പോയിട്ട് എനിക്ക് അപ്പോൾ പച്ചരിയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പാസ്റ്റർ. അമ്മ വാഴത്തടയൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ട് വേറെ ഒന്നും ഞങ്ങൾക്കില്ല. ഈ പച്ചരിയും വാഴത്തട തോന്നി എനിക്ക് വയറ് നിറയെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര
സന്തോഷമാണ്. എനിക്ക് അതുപോലും ഞങ്ങൾക്കില്ല. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി പറ്റൂല അമ്മ, ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് പോയി നിൽക്കാന്ന് പറഞ്ഞ് എന്നെയും ഇതുപോലെ എന്റെ രണ്ടാമത്തെ ചേച്ചി ജഗതി നിൽക്കുന്ന ചേച്ചിയോട് പറഞ്ഞു, അങ്ങനെ എന്നെ കുമാരപുരത്ത് ഒരു വീട്ടില് ജോലിക്ക് ഉണ്ടാക്കാൻ, എനിക്ക് വീട്ടു ജോലിക്ക് നിൽക്കണേ എനിക്ക് എന്തോ ഒരു നാണക്കേട്. അന്നൊക്കെ അങ്ങനെയാണ് ഭയങ്കര ഒരു അങ്ങനെ. എന്നാലും എനിക്ക് വിശപ്പിന്റെ അത് അത്രയ്ക്ക് വിശന്ന് പൊരിയുന്ന വിശപ്പ്. വിശക്കുമ്പോൾ നമുക്ക് ഒരു നാണക്കേടുമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അങ്ങനെ ഉള്ള ഒരു കാലമായിരുന്നു. അങ്ങനെ ഒരു അമ്മാവനാണ് ഇങ്ങനെ കുമാരപുരത്ത് ഒരു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ. എന്റെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോ പറയണം, മോളെ നീ നായരെന്ന് പറയണം, നീ ഈഴവരെന്നൊന്നും പറയരുത് കേട്ടോ, അവർക്ക് അവര് ജാതിയിലുള്ളവരെ അവർക്ക് ഇഷ്ടമുള്ളൂ. അന്ന് ഭയങ്കര ജാതി സ്പിരിറ്റ് ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാമ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടി. ഞങ്ങൾ ഈ അച്ഛൻ പേടിപ്പിച്ച് ചെറുതോ വലുതോ കള്ളം പറയാൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പറയില്ല മാമ, ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ അതിന്റെ കൂടി ഒരുപാട് കള്ളം പറയേണ്ടി വരും. അപ്പൊ പറഞ്ഞു, നീ ആരെയും ദ്രോഹിക്കുന്നില്ല, നിന്നെ മോളെ പോലെ അവര് നോക്കും എന്നും പറഞ്ഞു. പിന്നെ ഞാൻ സമ്മതിച്ച് അങ്ങ് കൊണ്ടാക്കിയെന്ന്. എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് നല്ല നല്ല വണ്ണമൊക്കെയാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോ അവര് എന്നെ കണ്ടപ്പം അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, ഒരു മോൻ ഏകദേശം എന്റെ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. പിന്നെ ഒരു മുത്തിയെ നോക്കാനാണ് കൊണ്ടുപോകണ ഒരു വയസ്സായ 10-80 വയസ്സായ ഒരു അമ്മച്ചി. അവരൊക്കെയാണെങ്കിൽ ഓർമ്മയൊന്നുമില്ല, അവരിങ്ങനെ ഓടിക്കോടി നടക്കും, ഫോണെടുത്ത് മൂത്രം ഒഴിക്കും, അപ്പിയിട്ട് വെക്കും, അങ്ങനെ. അപ്പൊ അവരെ നോക്കാം. അപ്പൊ ഈ കൊച്ച് ഞാനായതുകൊണ്ട് അവര് എന്നെ കണ്ടപ്പം പറഞ്ഞു, ഈ കുട്ടി വേണ്ട, കുറച്ച് പ്രായമുള്ളവരെ കൊണ്ടുവരാൻ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോഴത്തേക്ക് ആ മാമൻ പറഞ്ഞ്, ഈ കുട്ടി 2-3 ദിവസം നിൽക്കട്ടെ, പിന്നെ ഞാൻ വേറൊരാളെന്നെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ മാറ്റിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നിർത്തിയപ്പോഴത്തേക്ക് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിലെ ജോലി ചെയ്ത് ഞങ്ങൾ എല്ലാം നീറ്റായിട്ട് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അപ്പം അങ്ങനെ നിന്നപ്പോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നീ ആരെയും കൊണ്ടുവന്ന അവൾ കൊള്ളാം, നല്ലൊരു കുട്ടി എന്ന് പറഞ്ഞ്. അപ്പം നായരെന്ന് പറഞ്ഞ് എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കഴിഞ്ഞപ്പം ഞങ്ങള് ജോലിക്ക് നിന്നെടുത്ത് എന്നെ തൊട്ട് താഴെ നോക്കിയപ്പം ഒരു തയ്യൽ പഠിപ്പിക്കുന്ന ഒരു വീട് കണ്ടു ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ച, ദൈവം എനിക്ക് തയ്യൽ പഠിച്ചാൽ എനിക്ക് പിന്നെ എന്റെ അമ്മയും ചേച്ചിയുടെ അടുത്തൊക്കെ പോവാനും ഒരുമിച്ച് നമുക്ക് താമസിക്കാം എന്നും പറഞ്ഞ് ഞാൻ അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 1 മണിക്കൂർ ഞാൻ തയ്യൽ പഠിക്കാൻ എന്നെ വിടണേന്ന് പറഞ്ഞപ്പോ അവര് വിടൂല. ഒന്നാമത് അവിടെ 7 ആൺമക്കളും 5 പെൺമക്കളും 12 മക്കളുള്ള ഒരു വീട്. പിന്നെ അവർ ഈഴവരാണ്, ഇവർക്ക് അവരുടെ ഇഷ്ടമില്ല. അപ്പോഴത്തേക്ക് ഇല്ല, പോവാൻ പറ്റുമെന്നില്ല, അവിടെ കൊള്ളൂല, അവിടെ എപ്പോഴും ആൺപിള്ളേര് വരണയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ മുടക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടെ പോയാലും ഞാൻ മര്യാദയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ, ഞാൻ ആരുടെ ഒരു കുറ്റവും ചെയ്ത് എനിക്ക് പേടിയാണ്. അങ്ങനെ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നു. അപ്പൊ എന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ നീ 1 മണിക്കൂർ പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നല്ല തൈലൊക്കെ പഠിച്ചപ്പോ ഞാൻ പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും സന്തോഷം കിട്ടിയിട്ടില്ലല്ലോ. അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് താമസിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ഓരോ വീടുകളിൽ നിന്നുകൊണ്ട് എനിക്ക് അവരെ കൂടെ പോയി താമസിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. എന്റെ മനസ്സോടല്ല, അവരെവിടെ നന്ദി കേട് ചെയ്യും പോലെയാണ്. ഒരു തൊഴിൽ പഠിച്ചില്ലെങ്കിൽ വീട്ടിൽ നിൽക്കേണ്ടി വരും. പക്ഷെ അവിടുന്ന് ഒരു തൊഴിൽ പഠിച്ചുകൊണ്ട് ഇന്നുവരെയും എനിക്ക് ആ ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാകാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായി. പിന്നെ രണ്ടാമത്തെ ചേച്ചിക്ക് ഇതുപോലെ കല്യാണങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ തയ്യൽ പഠിച്ചോടുകൂടി ഞങ്ങള് ജഗതിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാനും അമ്മയും എന്റെ രണ്ടാമത്തെ ചേച്ചി വീടോട് വിടുന്ന ചേച്ചിയും കൂടെ അവിടെ വിളിച്ചു വരുത്തി. അവള് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരും. ഞാൻ അവിടെ ഇരുന്ന് തയ്ക്കും. അമ്മയ്ക്ക് ജോലിക്കൊന്നും പോവാനൊന്നും വയ്യ, അമ്മയ്ക്ക് ഇന്ന് ശ്വാസം മുട്ടായിരിക്കും. അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടില് 27 സെന്റ് സ്ഥലം അച്ഛന്റെ പേർ കൊണ്ടല്ല, അതിനെയും കൂടി അച്ഛൻ വിറ്റോണ്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പോഴെന്റെ മൂത്ത ചേച്ചി പറഞ്ഞു, എന്റെ അനിയത്തി ജോലി ചെയ്ത് പൈസ എല്ലാം അച്ഛൻ വാങ്ങിച്ചില്ലേ, അപ്പൊ ആ പൈസകൾ അങ്ങ് കൊടുക്കണമെങ്കിൽ അച്ഛൻ സ്ഥലം വിറ്റെടുത്തോണ്ട് പോയിക്കും, അല്ലെങ്കിൽ ആ പൈസക്ക് പകുതി ഈ സ്ഥലത്തിനൊന്നും ഒരു വിലയില്ല പാസ്റ്റേ. അപ്പോഴൊക്കെ വളരെ 500 രൂപയൊക്കെയാണ് ഒരു സെന്റിന് ഉള്ളത്. ഞങ്ങൾക്ക് അന്ന് 5000 രൂപയ്ക്ക് എന്തോ ആ സ്ഥലം വിൽക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെ അതിന് ഞങ്ങളെ പേരെഴുതി തന്നെ. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം വിറ്റ് ഞങ്ങൾ പൂജപ്പുര, ഇപ്പം ഞാൻ ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലം 4 സെന്റ് ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ച്. അപ്പൊ ചേച്ചിക്ക് 10-22 വയസ്സായി. ഇപ്പൊ കാണുന്നതിലൂടെയൊക്കെ അമ്മയും ഞാനും പറയുന്നത് ചേച്ചിക്ക് ഏതെങ്കിലും ഒരു പാവങ്ങളെ നോക്കണമെന്ന് ഞാനും പറയും, അമ്മയും പറയും. അങ്ങനെ ഒരു സെന്റ് മേരീസ് സ്കൂളിൽ ഒരു ഡ്രൈവർ അങ്ങനെ ഒരു കല്യാണ ആലോചന വന്ന് ചേച്ചിക്ക് കല്യാണമൊക്കെ ആയി. ഉടനെ ചേച്ചിയുടെ കല്യാണം കഴിച്ചു. അപ്പൊ ചേച്ചിയുടെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ നമുക്കൊരു ഒരു സമാധാനം എന്ന് പറയുന്നത്, ഒരു
തുണയായത്. അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞങ്ങൾ രണ്ട് പെമ്മക്കളും അമ്മയും കൂടി വാടകയ്ക്ക് താമസിക്കുമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു പട്ടി വരച്ച ഒരു കൊച്ചങ്ങ വിടുന്ന, അയ്യോ എന്റെ പിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, അമ്മയ്ക്ക് ധൈര്യം ഇല്ലല്ലോ ഒന്നിനും. ഈ രണ്ട് പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇതുപോലെ ഒരു പേടിയുള്ള ഒരു അമ്മ, ഒരു ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കൂല, ഞങ്ങൾ എന്ത് വഴക്ക് പറഞ്ഞാലും പ്രതികരിക്കൂല. അത്രയും ഒരു സാധുവായ ഒരു അമ്മ ജനിച്ച് മരിക്കുന്നത് വരെ അമ്മയ്ക്ക് സങ്കടം തന്നെയായിരുന്നു. അങ്ങനെ അപ്പോഴും ഞാൻ അമ്മയോട് ചോദിക്കും, എന്തിനമ്മ ഞങ്ങൾ 3 പേര് പ്രസവിച്ച, എന്നെ കൂടി പ്രസവിച്ച എന്തിന്, 2 മക്കൾ ഉണ്ടായിരുന്നല്ല എന്ന് പറയും. അപ്പൊ പറയും, അപ്പോഴും എൻ്റെ കൂടെ അമ്മ പറഞ്ഞു, നിനക്ക് അറിഞ്ഞൂടെ ഒരു അമ്മയുടെ വില. ഒരു വെയിലത്തുനിന്ന് ഒരു മറവ് എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ മൂട്ടി വന്ന് തണല് കിട്ടും പോലെയാണ് ഞാൻ അമ്മ എന്ന് പറയുന്നത്. പിന്നെ അമ്മയുടെ 2 അക്ഷരം ഒന്നും ഒരു വാക്കിന്റെ വിലയെന്ന് നിനക്ക് അറിഞ്ഞൂടെ മക്കളെ. അമ്മയ്ക്കൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു തണലാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ കളിയാക്കും. അപ്പോഴമ്മേടെ വില അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ അപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ആ 2 വാക്ക് അമ്മ മരിച്ചപ്പോഴത്തേക്ക് എന്നെ വല്ലാതെ എന്നെ വേദനിപ്പിച്ച്. ഞാനിങ്ങനെ അത് അമ്മയുടെ ഒരു കവിത അങ്ങനെ ഞാൻ എഴുതി. പെട്ടെന്ന് എനിക്ക് കുളിച്ചോളുന്നപ്പോ ഭയങ്കര വേദന വന്ന് ഞാൻ പെട്ടെന്ന് തുണി മാറി തലമുടി പോലും ഞാൻ തോർത്ത് മുമ്പേ ഞാൻ അമ്മയുടെ ഈ 2 മരം എന്ന് പറഞ്ഞ 2 അക്ഷരവും, മരം എന്ന് പറഞ്ഞ വാക്കും അമ്മ എന്ന 2 അക്ഷരവും കൂടെ ചേർത്തിണക്കി ഞാൻ അമ്മയ്ക്ക് ഒരു കവിത ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ വായിച്ചു നോക്കി. അപ്പോഴത്തേക്ക് കൊള്ളാം, നല്ല ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ചൊല്ലാം, എനിക്ക് തടിച്ച നാവും, മോശം കാര്യങ്ങളൊക്കെ തടിച്ച നാവും, പിന്നെ ശബ്ദമൊന്നും അത്ര കൊള്ളൂലേ എന്ന് പറഞ്ഞാൽ ഈ മാടിന്റെ ശബ്ദം പോലത്തെ. പക്ഷെ എനിക്ക് എഴുതി ഞാൻ നല്ല അർത്ഥവത്തായിട്ട് ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ അമ്മ ഒരു കവിത എഴുതിയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ കൊള്ളാം. ഞാൻ പിന്നെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ കൊണ്ട് കാണിച്ച്, സാറേ ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയെ ഒരു കവിത എഴുതി കേട്ടോ, അമ്മ പറഞ്ഞ 2 വാക്കുകൾ. അപ്പൊ ആ സാറ് പറഞ്ഞു, കൊള്ളാതെ ഇത്രയും നല്ലതായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. എൻ്റെ അമ്മ മരിക്കുന്നത് ആരും അറിഞ്ഞില്ല, ആർക്കും വേണ്ടാത്ത ഒരു കാര്യം. അമ്മയുടെ 2 വാക്കിന്റെ മൂല്യം എന്നെ വല്ലാതെ സ്പർശിച്ച്. അപ്പോൾ ഞാൻ പോയി ആ സാറിനെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ തയ്യലായതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒത്തിരി പണക്കാരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി തുണികൾ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് തച്ച് അവര് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളും അമ്മയായിട്ടൊക്കെ ഇങ്ങനെ താമസിക്കും, മര്യാദയായിട്ടൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്ത് പറഞ്ഞാലും അവരെ കൊണ്ട് കഴിയെങ്കിൽ ചെയ്യും. അപ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു അമ്മ നിര ജോസഫ് എന്ന് പറയും, അവരിന്ന് ഈ ലോകത്തില്ല. അപ്പൊ അവരുടെ ഞാൻ ഈ കവിത കൊണ്ട് കാണിച്ച് ഞാൻ പറഞ്ഞ, അമ്മ ഈ കവിത ഒരു പ്രസിദ്ധീകരിക്കും. അപ്പൊ എൻ്റെ പറഞ്ഞു, നീ ഒന്ന് ചൊല്ലി ഞാൻ കേക്കട്ടെ. ഇപ്പൊ നല്ല പ്രായമായി. അപ്പോഴത്തേക്ക് ഞാൻ അത് ചൊല്ലിയപ്പോ അമ്മ അങ്ങ് കരഞ്ഞ്. അപ്പൊ ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ നിന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ഓൾ ഇന്ത്യ കേൾപ്പിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ചൊല്ലാനുള്ള ഒന്നുമില്ല, ഞാൻ എഴുതി. പക്ഷെ എനിക്ക് അതിനുള്ള സാമർഥ്യ അക്ഷര സ്ഫുടതകളോ അല്ലെങ്കിൽ നല്ല ഒരു ഇത് സംസാരത്തിന് ഒരു ശേഷിയോ അങ്ങനെ മാധുര്യമായിട്ടൊന്നും എനിക്കൊന്നും പറയാനോ പിന്നെ കവിതകളെ കുറിച്ചുള്ള ഒന്നും എനിക്കറിയില്ല. എങ്കിലും നിന്റെ ശബ്ദത്തിൽ നിന്റെ ആഗ്രഹമാണ്, നീ ചൊല്ലി ലോകം കേൾപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആകാശവാണിയിൽ ട്രിവേൻഡ്രം വെള്ളക്കാട് റേഡിയോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ അത് എന്റെ ആ ഒരു കോളേജിൽ തന്നെ ഞാൻ ചൊല്ലി അത് റേഡിയോയിൽ കൂടി പ്രക്ഷേപണം ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നു. എനിക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയും. പാസ്റ്ററെ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൽ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നില്ല. അതേപോലെയാണ് എന്റെ ജീവിതം. എനിക്കൊരു കഴിവില്ല, ഒരു വിദ്യാഭ്യാസമില്ല, എങ്കിലും ദൈവം എന്നെ അങ്ങ് നടത്തുന്ന എന്റെ കർത്താവിനെ അറിഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിനെ പറയാൻ ഇന്ന് കുറച്ചുകൂടി എന്റെ ബാല്യകാലം ഉണ്ട് പറയാൻ. അങ്ങനെ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതോടുകൂടെ ഒരു സമാധാനമൊക്കെ കിട്ടി. പിന്നെ അപ്പൊ ഇനി അമ്മയ്ക്ക് അതുപോലെ പെട്ടെന്ന് അമ്മ മരിച്ചു പോകുന്നൊക്കെ ഒരു ചിന്ത ഞങ്ങൾക്ക് ആരും കാണില്ലല്ലോ, സഹോദരങ്ങളല്ലാതെ ഇല്ല, അച്ഛൻ ഇല്ല. അപ്പോഴത്തേക്ക് എന്നെ കൂടി കല്യാണം കഴിക്കാൻ ഭയങ്കര ധൃതിപ്പെട്ട് എന്നെയും കല്യാണം കഴിച്ചു. പക്ഷെ എന്നെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കല്യാണം എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ ഭയങ്കര ഫാഷനിൽ ജീൻസും ടീഷർട്ടും പിന്നെ ബ്രേസ്ലെറ്റും ഷൂസും സോസും ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് സിനിമ നടൻ വന്ന് വരുമ്പോ
അപ്പൊ എനിക്ക് നമ്മൾ ഈ നാട്ടും പുറത്തുള്ള അല്ലേ, നമുക്ക് അത്രയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും നമ്മളെ കൂടി ജീവിച്ചു പോകില്ല, നമുക്കൊരു നല്ല ഒരു സാധുക്കളായ നല്ലൊരു ആളെ വേണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എന്റെ അമ്മയൊക്കെ പറഞ്ഞു ഒരു സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല. അപ്പൊ എന്റെ അമ്മായിയെ നോക്കിയത് എനിക്കൊരു തൊഴിലുണ്ട്, അപ്പൊ അവരെ മോനെ ഞാൻ നോക്കിക്കൊള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുള്ളത്. അവര് പറഞ്ഞു മോളെ ഒന്നും വേണ്ട, നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ജോലിയാണ് എന്റെ ഭർത്താവിന്. അപ്പം അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് 3 പവന്റെ ഉരുപ്പടി 8,000 രൂപയും നാട്ടില് 13 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ച്. ഇപ്പൊ പടവെട്ടി പന്തളത്ത് ചെല്ലുമ്പോൾ ചൂട്ടും കെട്ടി പടയെന്ന് പറയില്ല, അതായിരുന്നു ജീവിതം. അവിടെ ചെന്നപ്പോ ഇങ്ങനെ ജോലിക്കൊന്നും പോകില്ല, ഈ അമ്മാവിയൊക്കെ ചെലവിലാണ് അങ്ങനെ കഴിയണത്. അപ്പൊ ഞങ്ങൾ വാടകയ്ക്കാണ്, ഞാനും അമ്മയും ഇവിടെ പൂജപ്പുര ഒരു വീട്ടില് 150 രൂപ വാടകയ്ക്കാണ് താമസം. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ അവിടെ പോയതിനു ശേഷം ഞാൻ പറഞ്ഞ് അമ്മ വീടങ്ങ് വാടക അങ്ങ് ഒഴിയണേ, ഇനി വാടക കൊടുക്കാനൊന്നും ആരും ഇല്ലല്ലോ, അമ്മ ചേച്ചിയുടെ കൂടെ അങ്ങ് നിൽക്കാന്ന് വെച്ചാൽ. അപ്പോഴത്തേക്ക് എന്റെ അമ്മായി സമ്മതിക്കില്ല. മക്കളെ നീ നല്ലൊരു തയ്യക്കാരിയാണ്, നീ അവിടെ പോയി തന്നെ താമസിച്ചാൽ മതി, വീട്ടിലൊന്നും നീ ഒഴിയല്ലേ, ഇവൻ ജോലിക്ക് ഇവിടെ പോകില്ല, നീ അവിടെ പോയി എന്തെങ്കിലും ജോലിയില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് പോകില്ല പാസ്റ്റേ, രാവിലെ എഴുച്ച് പോകും, വൈകിട്ടാകുമ്പോ വായി നോക്കിയിട്ട് വരും. അവർ ജോലി ചെയ്തിട്ടില്ല അതുവരെയും. അപ്പോഴത്തേക്ക് എനിക്ക് തൊഴിലുള്ളത് കൊണ്ട് ഇത് നോക്കിയാണ് എന്നെ കെട്ടിയത്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ ഭർത്താവ് ജോലി ഒന്നും ചെയ്യാതെ ചേച്ചി കഷ്ടപ്പെടണ കണ്ടാണ് ഞാൻ വലുതായത്. അതുകൊണ്ട് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ ജോലി ചെയ്ത് ഇങ്ങനെയൊന്നും കൊടുക്കൂല. എനിക്ക് അത്ര വലുതായിരുന്നു. എങ്കിലും എനിക്കെന്തെങ്കിലും കഴിക്കട്ടെ, അതുകൊണ്ട് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും ഞാൻ കഴിക്കുന്ന എന്റെ ഭർത്താവിനും കൊടുക്കും. ഞാൻ അല്ലാതെ ചെയ്യുന്ന പറയുന്ന ഒരു മനസ്സാക്ഷിയുണ്ട്. നമ്മള് ദൈവത്തിന്റെ മുമ്പ് നീതിയായിട്ട് തന്നെ ജീവിക്കണം. നമ്മുടെ ഭാഗത്ത് ദൈവം ഒരു കുറ്റം കാണരുത്. അപ്പം ഇങ്ങേർക്ക് എന്നും കഞ്ഞിയും ചമ്മന്തി ആകുമ്പോ ഇങ്ങേർക്ക് ഇഷ്ടം. നിങ്ങൾ എന്നോട് ചോദിച്ച് നീ എന്നും ഈ കഞ്ഞിയും ചമ്മന്തി നീ കറികൾ വയ്ക്കാത്തതെന്ന്. അപ്പോഴും ഞാൻ ചോദിച്ച് ഞാൻ കറികൾ വയ്ക്കാൻ നിങ്ങൾ ജോലി ചെയ്ത് എനിക്ക് പൈസയൊന്നും കൊണ്ട് തരുന്നില്ലല്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ പിന്നെ തയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് നിങ്ങൾക്ക് തരണം, നിങ്ങൾ ജോലി ചെയ്ത് എനിക്കല്ലേ തരാളെ. ഇപ്പം പാസ്റ്റേ സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ ഇത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ ജോലി ചെയ്ത് കൊടുത്തെങ്കിൽ അത് വലിയൊരു ഇതായി പോകുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്നും കഞ്ഞിയും ചമ്മന്തി വെക്കും. അപ്പൊ ഇങ്ങേർക്ക് എന്നെ മനസ്സിലായി ഞാൻ ഇനി വേറെ ഒന്നും ചെയ്ത് കൊടുക്കില്ല എന്ന്. അപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഞാൻ ഇന്നും കഞ്ഞിയും ചമ്മന്തി, എന്റെ രണ്ടാമത്തെ ചേച്ചി അടുത്താണ് താമസം, അവളോട് കറികളൊക്കെ കൊണ്ടുവരും, ഞാൻ ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞാൽ അവള് കഷ്ടപ്പെട്ട് കഴിയുന്ന അവള്. നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരു ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ ഇനി മേലെ അവിടെ നിന്നൊന്നും കൊണ്ടുവരല്ലേ, നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ രോഗികളൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അതോട് കൂടെ അല്ലെങ്കിൽ എന്നും കൊണ്ടുവരും. അവരെ ഇല്ലായ്മ കൂടി നമ്മളും കൂടി കഷ്ടപ്പെടുത്തുന്ന ശരിയല്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ ആരെയും കഷ്ടപ്പെടുത്തുക, എന്നെ കൊണ്ട് കഴിയുന്ന അങ്ങോട്ട് സഹായിക്കുള്ളൂ. ഇന്നുവരെയും ആരെയും ഇങ്ങോട്ട് വേണമെന്ന് ഞാൻ വിചാരിച്ച. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് പഠിച്ച. അത് ഇന്നുവരെയും ഞാൻ ദൈവത്തോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവെ എന്റെ മരണം വരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ എല്ലാവർക്കും കൊടുക്കും പാസ്റ്റേ. അതാണ് ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ തന്നു. അങ്ങനെ പിന്നെ ഹോട്ടൽ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ അപ്പൊ വീട്ടിനടുത്തുള്ള അണ്ണന്മാരോട് പറഞ്ഞു കൊത്തന്റെ കൈകളായിട്ടൊക്കെ കൊണ്ടുപോകണമെന്ന് പറയും. ഇങ്ങനെ പോകും, ഇങ്ങനെ തലവേദന തലക്കറക്കം പല കള്ളത്തിനും പറഞ്ഞ് വീട്ടിൽ വരും. അങ്ങനെ മടുത്ത് കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് അങ്ങനെ തന്നെ സ്വയം ഒരു ഹോട്ടൽ ജോലിക്ക് സപ്ലയർ ആയിട്ട് പോയി. പിന്നീട് പൊറോട്ട അടിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ പോകും. എങ്കിലും സ്ഥിരമായിട്ട് പോകില്ല, വല്ലപ്പോഴും ഒക്കെ പോകും, എന്തെങ്കിലും കൊണ്ട് തരും. പിന്നെ അപ്പോഴും ജോലിക്ക് പോകണോണ്ട് കൊണ്ട് തന്നാൽ മതി, അങ്ങേർക്ക് പിന്നെ ഹോട്ടലിൽ പോയി അങ്ങേർക്ക് ആഹാരവും വേണ്ടല്ലോ. പിന്നെ ഞാൻ ദൈവത്തിന് നേർത്തി ജീവിക്കുന്നുണ്ട്, എന്താ എന്നെ കൊണ്ട് കഴിയുന്നില്ല ചെയ്തിട്ട് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. അപ്പോഴൊരു സമാധാനം അപ്പോഴും ഇല്ല, ഒരു സ്നേഹം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാനസികമായിട്ട് എനിക്ക് വിഷമതയും ഒരിടത്ത് ഒന്നുവരെയും ജനിച്ചിട്ട് ഇതുവരെയും സന്തോഷം. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച് എനിക്കൊരു തലമുറ ഉണ്ടാവുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും, ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അതിന് വേണ്ടി എന്റെ കല്യാണം കഴിഞ്ഞ് 3 മാസമായ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളെ വീട്ടിനടുത്ത് നിർത്താലേ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു ഡോക്ടർ എനിക്ക് കുഞ്ഞുങ്ങൾ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ച് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു 3 മാസമായി. അപ്പോഴവരെന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ് 3 മാസം ആകുമ്പോൾ വന്ന് 1 വർഷം കഴിയാതെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് വന്ന് പിന്നെ ഞാൻ തയ്ക്കാട്ട് പോയി 1 മാസം കഴിഞ്ഞപ്പം 5 മാസം ആയപ്പോൾ 1 വർഷം കഴിഞ്ഞെന്നും പറഞ്ഞ് അവിടെ ചെന്ന്. പക്ഷെ എനിക്ക് ട്രീറ്റ്മെന്റിലൊന്നും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് 7 പെട്ടെന്ന് ഡെത്തായി പോകണം, അതിൽ പഴുപ്പ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലം പറഞ്ഞ് അങ്ങനെ ഒരുപാട് മരുന്ന് അങ്ങേർക്ക് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഒരു 13 വർഷം കൂടെ താമസിച്ച്
എന്നിട്ട് അദ്ദേഹം വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധത്തിൽ പോയി ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് അങ്ങേരോട് വന്ന് പറഞ്ഞ് രണ്ടിടത്തും കൂടെ ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി പാസ്റ്റേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരാജയം വേറെ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഡിസ്പ്രഷനിലോട്ടൊക്കെ പോയി. പിന്നെ ഈ കല്യാണം പറഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് പോവാൻ പാടില്ല, കാഴ്ച കാണാൻ പാടില്ല, പല അന്ധവിശ്വാസത്തിന്റെ ഇതിലങ്ങ് കിടക്കുന്നവരാണ്. അപ്പൊ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം എല്ലാം ചെങ്ങന്നൂർ അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. അപ്പോഴൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളാണല്ലോ. അപ്പൊ നമുക്ക് ദൈവത്തെയും അറിഞ്ഞുകൂടാ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നിലവിളിച്ചാലും നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, കുടുംബജീവിതത്തിലും ഒന്നും നേടാൻ പറ്റിയില്ല, ഒരു തലമുറയില്ല. അപ്പൊ ഇങ്ങനെയും കൂടി വന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെ അങ്ങ് ഭയങ്കര ഡിസ്പ്രഷനിലോട്ട് പോയി. ഒരു കല്യാണം വിളിച്ചാൽ ഞാൻ പോകില്ല, ഒരു പാല് കാച്ചി വിളിച്ചാൽ പോകില്ല, ഒരു ഫംഗ്ഷന് ഞാൻ പോകില്ല, ഇടയ്ക്കിടയ്ക്ക് തയ്ക്കൂല. അങ്ങനെ ഞാൻ മാനസികമായിട്ട് അങ്ങ് തകർന്നു. ആ സമയത്താണ് ഇതുപോലെ ഞാൻ ഒരു ഹോസ്പിറ്റൽ ആയുർവേദ ട്രീറ്റ്മെന്റിന് അപ്പൊ ഇതുപോലെ 2 ദൈവ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഇത് കൊള്ളാം, നല്ല ഒരു ദൈവിക സാന്നിധ്യം. നമ്മളെ മനസ്സങ്ങ് തണുക്കുകയാണ്. നമുക്ക് കൊച്ചുങ്ങളൊന്നും ആയില്ല, ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ച്. അങ്ങനെ ഇരുന്ന് ഞാൻ ആ സഭയിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് സ്നാനപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെടുകയൊക്കെ ചെയ്ത്. പക്ഷെ നമുക്ക് ഈ മാനസാന്തരം എന്താന്ന് ഇവര് പറയുന്നതൊന്നും നമ്മളെ ഉള്ളിലോട്ട് കയറുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് ജീവിച്ചത് യേശുവിനെ അറിയാതെ പോയിട്ട് നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഒന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. പക്ഷെ കർത്താവിന്റെ ആ ഒരു സ്നേഹം, ആ ദൈവത്തിന്റെ ഒരു സമാധാനം, അതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പം അവിടെ പോയി അങ്ങനെ സ്നാനമൊക്കെ പെട്ടപ്പോഴത്തേക്ക് പെട്ടെന്നാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെയാണ്, ഒരു കുഞ്ഞുണ്ട്, അപ്പൊ ഇനി രണ്ടിടത്തും കൂടെ എനിക്ക് ജീവിക്കും. പക്ഷെ എന്നെ കളഞ്ഞിട്ട് പോണത് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങേർക്ക് എന്നെ വിട്ടുപോകാൻ പാടില്ല, രണ്ടിടത്തും കൂടെ കഴിയണം. പക്ഷെ അത് നമുക്കൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. നമ്മൾ പട്ടിണിയാൽ കിടക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഭർത്താവിന് പങ്കിടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല. പിന്നീർക്ക് പേടി, നമ്മള് നിയമപരമായിട്ട് വിവാഹം കഴിച്ചതില്ലേ, ഞാൻ വഴക്കിനോ കേസ് കൊടുക്കാനൊക്കെ പോയാലെന്നുള്ള. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു, മക്കളെ അവനൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അപ്പൊ ഇങ്ങനെ പോകണ ഇഷ്ടമില്ലാതെ അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് 6 മാസം കൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ ദൈവം ഒരു തലമുറ തരയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ വന്ന് കാണാനും ആ സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലാതെ എനിക്ക് ബന്ധം ഇല്ലെങ്കിലും പിന്നെ എനിക്കും ഒരു ഭർത്താവ് എന്നുള്ള ഒരു പേര് അവിടെ കിടക്കും. എനിക്കൊരു കൂട്ടുമാവും, ജീവിതം അങ്ങ് പോട്ട്. രണ്ടാമതൊന്നും കല്യാണം കഴിയുന്നത് ഓർക്കാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ആരും കഴിച്ചില്ല. അതൊരു ഒരു നാണക്കേട് പോലെയായിരുന്നു. അങ്ങനെ എന്നിട്ടും 6 മാസം വീണ്ടും അങ്ങനെ ഓക്കെ പറഞ്ഞ് പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത്. പിന്നെ എനിക്ക് നോക്കിയിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അപ്പോഴത്തേക്ക് അങ്ങേരും എല്ലാം മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആയി. അപ്പം ഇത് സെമനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇനിയിപ്പം കുഞ്ഞുണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ദൈവം തന്നില്ല. എങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് സന്തോഷം തന്ന്, എനിക്ക് ജീവിക്കാനുള്ള ഒരു കൃപ ദൈവം തന്ന്, 10 കുഞ്ഞുങ്ങളെക്കാലം ഹൃദയത്തിൽ സന്തോഷം തന്ന്. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷി തന്നെയാണ്. അതോടെ അങ്ങനെ കളഞ്ഞിട്ട് പോയി. പക്ഷെ അങ്ങനെ കളഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് വാങ്ങിച്ചിരുന്ന സാരി, അങ്ങനെ ഒരു അലമാര വാങ്ങിച്ചു വെച്ചു. അതെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഓർമ്മ പോലും എനിക്ക് പാടില്ല, നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചതിച്ചിട്ട് പോകും പോലെയാണ്. അങ്ങനെ പോയി അപ്പൊ എല്ലായിടത്തും അലമാരിയിൽ എല്ലാം അങ്ങനെ ഉള്ള എല്ലാ ഓർമ്മകളും ഞാൻ അലമാരയ്ക്കകത്ത് വെച്ച് കൂട്ടി. അതും കൊണ്ടാണ് അങ്ങനെ പോയത്. എന്നിട്ട് പിന്നെയും വരാന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. ഒരിക്കലും ഞാൻ അങ്ങനെ ബന്ധം വിടർത്തും അങ്ങനെയൊക്കെ അത് സങ്കല്പിക്കാൻ പോലും വയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചിന്തിച്ചു. പക്ഷെ അപ്പം വേറെ ഒരു ഡോക്ടർ അമ്മയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഡോക്ടർ അപ്പോഴത്തേക്ക് പേർക്കടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ അപ്പൊ എന്റെ ഭർത്താവ് ഞാനുമായിട്ട് ഈ അവരെ അടുത്തും ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട്. അപ്പോഴവരങ്ങ് മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവര് ഡോക്ടറായിരുന്നു. അപ്പം പറഞ്ഞ് ഇനി വാ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവര് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത്. അപ്പോഴും അവിടെ നിൽക്കൂല, അങ്ങനെ ഓടി തിരുവനന്തപുരത്ത് വരും. ഞാൻ അങ്ങ് മാവേലിക്കാരി. അങ്ങനെ ഒരു വർഷം അവിടെ നിന്ന് അങ്ങനെയൊക്കെ ആയാണ് ഒരു സ്ത്രീയുമായിട്ടൊക്കെ ബന്ധമൊക്കെ ആയി. പിന്നീട് അപ്പോഴത്തേക്ക് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ പോയെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം പറഞ്ഞ് കൊച്ചിങ്ങ് വാ, ഞാൻ ഇവിടെ വന്ന് നിനക്ക് തക്കിയൊക്കെ. എന്നാൽ ഞങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ഒരു അമ്മയെ പോലെയാണ് അവര് ഞങ്ങളെ നോക്കിയത്. അങ്ങനെ എന്റെ ഭർത്താവ് ഇന്ന് പോണെങ്കിൽ പാസ്റ്റർ ഞാൻ നാളെ ഈ പൂച്ചപ്പേര് വീട് വിട്ട് ഇറങ്ങുന്നു. ഞാനും ഇവിടെ 4 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഒരു വീടൊക്കെ വെച്ച്, വീടെന്ന് പറഞ്ഞാൽ
എന്റെ 36 വയസ്സിനിടയിൽ ഞാൻ 3 വീട് വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിറ്റ് 1.5 സെന്റ് വാങ്ങിച്ചൊരു ഓലമേഞ്ഞ വീട് വെച്ച്. അപ്പൊ ഞാൻ ഈ തയ്യലുണ്ട്, പിന്നെ ഞാൻ ചിട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇത് 25,000-ന്റെ ലേല ചിട്ടിയൊക്കെ വെച്ച് ഞാൻ പൈസകൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാതെ ഞങ്ങളെ ഒരു സുഖങ്ങളൊക്കെ അങ്ങ് വെടിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ വേണമല്ലോ, നമുക്ക് അച്ഛനും അമ്മയും ഒന്നും നമുക്ക് സഹായിപ്പാനില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യം 1.5 സെന്റ് സ്ഥലം, അപ്പൊ ഒട്ടും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അത് വിറ്റിട്ട് അടുത്ത് 4 സെന്റ് സ്ഥലം കൊടുത്തു. അപ്പൊ ഈ 1.5 സെന്റും വിറ്റിട്ട് ആ 4 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ഷീറ്റിന്റെ വീട് വെച്ച്. ആ വീട് വെച്ചപ്പോൾ അത് ഈ വയലിനകത്തിയ സ്ഥലം ആയതുകൊണ്ട് ഈ മഴ പെയ്യുമ്പം അഴുക്ക വെള്ളങ്ങളും ഡ്രെയിനേജും എല്ലാം കൂടി താണ സ്ഥലമുണ്ട്, എല്ലാം വീട്ടിനകത്ത് കയറും. അപ്പൊ ഞങ്ങളെ സ്ഥലമെല്ലാം പുരോഗമിച്ച് കാറൊക്കെ വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും നല്ല വീടുകൾ വെച്ച്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു ടെറസ് വീട് വയ്ക്കണം എന്നും പറഞ്ഞ ഒരു ടെറസ് വീട് വെച്ച്. അപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ച്, ദൈവമേ ഇനി എനിക്ക് ഈ വീട്ടിൽ കിടന്ന് മരിക്കണം. തിരുവനന്തപുരം ഈ പൂജപ്പുര എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള സ്ഥലം, അവിടെ വിട്ട് ആരും പോകില്ല. അങ്ങനെ ആ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയത്. ആ വീട് ഞങ്ങൾ ആ വീട്ടിൽ താമസമായതിനു ശേഷം അപ്പോഴിപ്പം എനിക്ക് വീടൊന്നും ഈ വീട് വയ്ക്കുമ്പോൾ എന്റെ ഭർത്താവ് ഒരു ജോലി ചെയ്ത് ഭയങ്കര സിമ്പിളനാണ്. ഞാൻ ഈ 1000 ചുടുകല്ലൊക്കെ റോഡിൽ കൊണ്ടുവയ്ക്കുന്നത് ഒരുപാട് ചുമന്ന് വീട്ടിൽ കൊണ്ടുവരണം. അതെല്ലാം ഞാൻ ചുമന്ന് ഈ തയ്യലിന്റെ ഇടയിൽ അതെല്ലാം ചുമന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എല്ലാം ചുമന്ന് പറക്കി ഞാൻ കൊണ്ടുവരുമ്പം അടുത്ത് കാമ്പൗണ്ടിലൊക്കെ ജോലി ചെയ്യുന്ന അണ്ണന്മാർ എന്റെ കഷ്ടത കൊണ്ട് അവര് പോലും റോട്ടിൽ നിന്ന് വരുമ്പോൾ 4-5 കല്ലുകൾ എടുത്തുകൊണ്ട് വെച്ച് തന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ എന്റെ ഭർത്താവ് ചെയ്യൂലായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും കഷ്ടപ്പെട്ട് പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ആ ഡോക്ടറോടെ പോയി. അപ്പൊ ഞങ്ങൾ വീട് വെച്ച പ്രഥമേശ്വരി എന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് സ്ഥാനപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ ഉള്ള ഒരു പയ്യനെയാണ് ഞാൻ വീട് വയ്ക്കാനായിട്ട് വിളിച്ചത്. അപ്പൊ ആദ്യം വീടൊക്കെ വെച്ച് ഞങ്ങൾ താമസമായി ഫിനിഷ് ചെയ്തില്ല. ആ പയ്യൻ പറഞ്ഞ് ഞാൻ ഗൾഫിൽ പോണ ചേച്ചി, പോയിട്ട് ഒന്ന് ബാക്കി ചെയ്യാം. ഞാൻ പറഞ്ഞ അപ്പോഴേ എനിക്ക് പൈസ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഇടയിലാണ് ഞങ്ങളെ കുടുംബ ജീവിതമെല്ലാം ഇങ്ങനെ പോയത്. ആ പയ്യൻ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് എന്റെ ജീവിതം ഇങ്ങനെയായപ്പോ എന്റെ ചേച്ചിയും അടുത്തുള്ള കുട്ടിയൊക്കെ പറഞ്ഞു, ആ ചേച്ചി ഇപ്പം ഇങ്ങനെയാണ്, അണ്ണ കളഞ്ഞിട്ടൊക്കെ പോയി, ചേച്ചി പേരുകൾ തയ്യക്കടയൊക്കെ നടത്തി. അപ്പൊ ഡോക്ടറെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. രാവിലെ കടയിൽ പോകും, വൈകിട്ട് കടയടച്ച് വീട്ടിൽ വരും. ഒരാളിനെ കൂടെ ഇരുത്തി തയ്പ്പിച്ച് പിന്നെ കുറച്ച് പിള്ളേരെ സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതുപോലെ എനിക്കൊരു കല്യാണം. ഈ ഞങ്ങൾ വീട് വെച്ച മെസ്സേജ് എന്ന് പറഞ്ഞ് നല്ല ഒരു അണ്ണനുണ്ട്. അണ്ണൻ വെളിയിലൊക്കെ ഇരുന്നയാള് 2 മക്കളുണ്ട്. അവരെ കെട്ടിച്ച് വിട്ട് ഭാര്യ ഹാർട്ടിന്റെ അസുഖമായിട്ട് മരിച്ച്, ഒരു മോള് മരിച്ച്. അപ്പൊ എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കല്യാണ ആലോചന എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, വീടുണ്ട്, ഒരു തൊഴിലുണ്ട്, മര്യാദയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് കല്യാണം വന്നപ്പോ എനിക്ക് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സങ്കടപ്പെട്ടു ജീവിതത്തില്. ഇനി കല്യാണമേ വേണ്ട. പക്ഷെ എന്റെ അമ്മയ്ക്ക് സമാധാനം. അമ്മ പറഞ്ഞ് ഈ അമ്മയുടെ കാലം കഴിഞ്ഞ ആരും ഇല്ലല്ലോ, ഒരു കൊച്ചുണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടുണ്ട്. പിന്നെ രാത്രിയൊക്കെ പേടിയാണ്, ഒറ്റയ്ക്കൊന്നും വീട്ടിൽ കിടക്കൂല 8 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്കൊരു ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ നിന്ന ഡോക്ടറും പറഞ്ഞ്, നിന്നെ ചതിച്ചിട്ട് പോയല്ലേ, നമ്മളും അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ എന്ത് യേശുക്രിസ്തു നിങ്ങൾ ഇത്ര അറിയില്ല, വചനങ്ങളൊന്നും ഞാൻ ഇപ്പൊ വായിക്കില്ല, വിശ്വാസമൊക്കെയാണ് സമാധാനമൊക്കെയാണെന്നേ ഉള്ളൂ. അപ്പോഴവരും പറഞ്ഞ് ഇപ്പൊ ഈ കല്യാണം വന്നപ്പോഴത്തേക്ക് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഏതെങ്കിലും ഒരു വികലാംഗനെ കെട്ടണം. അപ്പൊ അവർക്ക് എന്നെ കൊണ്ടൊരു സഹായം ആവുമല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഈ മാസികയൊക്കെ വായിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആലോചനയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഇത് പെട്ടെന്ന് വന്നത് കല്യാണം. അപ്പോഴും പറഞ്ഞ ഭാര്യ മരിച്ച്, പിന്നെ ഒരു മോള് മരിച്ചപ്പം മാനസികമായിട്ടൊക്കെ തകർന്നല്ലേ. അപ്പൊ വന്ന് അപ്പൊ എന്നെ പൂജപ്പുര ചേച്ചിയുടെ വീട്ടിൽ വിളിച്ച് പെണ്ണ് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട, ഞാൻ വരൂല. ഇപ്പൊ ഡോക്ടർ എന്നെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് പേർക്കട വടയില്ല എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ വന്ന് കണ്ടപ്പം പാവം അല്ലേന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ അതിനൊക്കെ സമ്മതിച്ച് അങ്ങനെ വന്ന് പറഞ്ഞ് അവിടെ കാണുമ്പോഴത്തേക്ക് വന്ന് പഞ്ചപാവം പോലെ ഇരുന്നപ്പോ എനിക്ക് ഒരു സഹതാപം തോന്നി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു വികലാംഗനെ കെട്ടാനാണ് ഇരുന്നത്, അവർക്ക് ഒരു ജീവിതം ആവട്ടെന്ന്. അപ്പൊ ഇപ്പോഴും എന്റെ ഭർത്താവ് പിന്നെ നീ എന്റെ കാലിനെ അങ്ങ് അടിച്ചുകൂടി, അപ്പൊ ഞാൻ വികലാംഗനാവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുമായിരുന്നു. അപ്പോഴും അതും കെട്ടി അപ്പൊ എന്നോട് വന്ന് പറഞ്ഞ് എനിക്ക് ഏതൊരു വിധമായ ഒരു ബാധ്യതകളോ ഒന്നുമില്ല, എനിക്ക് 57 സെന്റ് സ്ഥലമുണ്ട്, പിന്നെ ഇവിടെ 2 വീടും സ്ഥലവും ഒക്കെ ഉണ്ട്, എന്റെ മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ട് എനിക്ക് വേറെ ഒരു ബാധ്യതകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ച കഷ്ടതകളെയൊക്കെ നീങ്ങി ഇനി സന്തോഷമായിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ച്. സത്യത്തിൽ എന്റെ ഭർത്താവിന് ഭയങ്കര കടബാധ്യയായിരുന്നു. 2 വീടും ജപ്തി നോട്ടീസ്, അവിടെ 57 സെന്റ് സ്ഥലം ജപ്തി നോട്ടീസ് എന്ന് പറഞ്ഞ ഭാര്യ ഹാർട്ടിന്റെ അസുഖം, ഒരു മോള്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോൾ ഞാൻ യേശു
ക്രിസ്തുവിനെ അറിഞ്ഞു. അപ്പൊ എന്നെ രണ്ടാമത് കെട്ടിയപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്രിസ്ത്യാനിയെ കെട്ടുള്ളൂ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവര് റോമപ്പള്ളിയിലായിരുന്നു, പിന്നെ അവര് CSIയിലായി. പിന്നെ അവരുമായി ഈ ജാതികളെക്കാളും അത്രയും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഇന്ന് കെട്ടിയാല്. പക്ഷെ എങ്കിലും എനിക്ക് സഭയിൽ പോകാനും ദൈവത്തെ പ്രാർത്ഥിക്കാനും എല്ലാം ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്താണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്റെ ഭർത്താവും ദൈവത്തിനെ അറിയണം, സ്നാനപ്പെടണം, ഞങ്ങൾ രണ്ടുപേരും ഒരു പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ 2019 കോവിഡ് വന്നപ്പോ ആരാധനാലെല്ലാം സ്റ്റോപ്പായല്ലോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിന്റെ അടുത്താണ് ഞാൻ പോണത്, ചർച്ചക്കോട് അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ ഭർത്താവും അവിടെ വരാൻ തുടങ്ങി, അവിടെ വന്ന് സ്നാനപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു പള്ളിയിലാണ് പോകുന്നത്. പക്ഷേ എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ എന്റെ യേശു ക്രിസ്തുവിന്റെ ഒരു കവിത ഞാൻ എഴുതി, അത് ഞാൻ ഈ ആരോമ ജീവിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന അതിന് യേശുവിൻ സ്നേഹത്താൽ എന്നെയും ബന്ധിച്ചു, അതിൽ നിന്നും മാറ്റുവാൻ ആർക്കും അസാധ്യമേ. ഞാൻ ചെയ്ത ക്രൂരമാം പാപത്തിൻ ശിക്ഷകൾ നിൻ ശിരസിൽ ഘോരമുള്ളായി പതിഞ്ഞുവോ. കാമക സ്നേഹമേ ഇതെത്ര ആശ്ചര്യം, ശത്രുവിനെ സ്നേഹിപ്പാൻ പഠിപ്പിച്ച നായക, മിത്രത്തെ പോലും ഞാൻ സ്നേഹിച്ചതേയില്ല. നിൻ മഹാത്യാഗത്തെ ഓർക്കുമ്പോഴെല്ലാം എൻ കൃത്തിൽ നോവും മുള്ളുകൾ കൊള്ളുന്നു. മാനവരാശിയെ രക്ഷിപ്പാൻ വേണ്ടിയോ സ്വർഗം വിട്ടു നീ താണിറങ്ങിയത്. ക്രൂരമാം പീഡയും നിന്നയും ഏറ്റപ്പോൾ മന്നവാ നിൻ മനം തേങ്ങിത്തളർന്നുവോ. ആർക്കുമേ വേണ്ടാത്ത പാപികൾക്കായി നീ സ്വർഗസിംഹാസനവും വെടിഞ്ഞുവോ. പകരം നൽകുവാൻ ഒന്നുമേ ഇല്ലെങ്കിൽ നന്ദിയും സ്തോത്രവും മാത്രം ഞാൻ ഏകുന്നു. സ്വീകരിക്കണമേ എൻ സ്തോത്രയാഗങ്ങൾ, എന്നാൽ ഞാൻ ഈ ഭൂവിൽ ധന്യയായി തീരും. സ്വീകരിക്കണമേ എൻ സ്തോത്രയാഗങ്ങൾ, എന്നാൽ ഞാൻ ഈ ഭൂവിൽ ധന്യയായിത്തീരും. ഇങ്ങനെ ഒരു ചെറിയൊരു കവിത എനിക്ക് എൻ്റെ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്ക് ഒന്ന് എഴുതണം. ആ ദൈവത്തിന്റെ സ്നേഹം ഇത് എവിടെ ഏതെങ്കിലും ഒരു മാസികയിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ അമ്മയുടെ കവിത ചൊല്ലിയതുപോലെ റേഡിയോ സ്റ്റേഷനിലോ അല്ലെങ്കിൽ TV-ലോ ഒക്കെ പ്രക്ഷേപണം ചെയ്തെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സംപ്രേഷണം ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നോണ്ട് സാധിച്ചിട്ടില്ല. എനിക്ക് ആ അമ്മ മരിച്ചു പോയി, അമ്മ ഈ ലോകത്തില്ല ഇപ്പോഴത്തേക്ക്. പിന്നെ ഞാനത് മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞപ്പം, ആ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഒഴുകിയപ്പോൾ ഞാൻ എഴുതിയ ഒരു കവിതയാണ്. അപ്പൊ ഞാൻ 5-6 വർഷമായി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരിക്കലും ഇത് ഞാൻ എഴുതിയ കവിത ആരും ചൊല്ലി കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചില്ല. പക്ഷേ ഈ സ്വർഗത്തിന്റെ ദൈവം, എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവം എനിക്ക് ഇന്ന് ഈ ആരോമ ചാനലിൽ കൂടെ അത് എല്ലാവരും കേൾപ്പിക്കാൻ എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു യോഗ്യതകളുമില്ല, ഒരു കഴിവുകളില്ല, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സ്വർഗത്തിന്റെ ദൈവം ഇന്ന് എനിക്ക് സാധിപ്പിച്ചെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പാസ്റ്റർ, അതാണ് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അതാ ഞാൻ ഭോഷത്വമായി എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ദൈവം എനിക്ക് തന്ന്, ദൈവത്തോട് പറ്റിച്ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ജയമെടുക്കും. എൻ്റെ കുടുംബത്തിൽ പാസ്റ്റർ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനത്തെ ഒരു ശാപബന്ധനം ഞങ്ങളെ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും ഈ പാരമ്പര്യ കെട്ടുകളിൽ കിടക്കുന്നു. അവരോർത്ത് എന്ത് സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ തലമുറകളില്ലാത്തവർക്കൊക്കെ ദൈവം ഒരു തലമുറ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ദൈവത്തിനെ അറിയാൻ എനിക്ക് സാധിച്ച്, ദൈവത്തിന്റെ കൃപ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഞാൻ സന്തോഷമായിട്ട് കഴിയുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അപ്പോഴത്തേക്ക് ആ 2 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് എന്നെ കെട്ടിയിരുന്നത്. 2ാമത്തെ മകളെ കെട്ടി 3 മാസം ആയപ്പോഴാണ് എന്നെ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ എനിക്ക് പേടി 2ാമത് കെട്ടിപ്പോവെന്ന് പറഞ്ഞ എങ്ങനെയുള്ള ആളെന്നൊന്നും അറിഞ്ഞൂടല്ലോ. 1ാമത് മക്കളുണ്ട്, മരുമക്കളുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും പേടിയാണ്. ഈ അച്ഛൻ ഞങ്ങളെ പേടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ധൈര്യമില്ല. അപ്പൊ ഈ ഡോക്ടർ വീട്ടിലാണ് വന്ന് നോക്കിയതും ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതും എനിക്ക് സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ സത്യത്തിൽ ഒന്നുമില്ല. 5 ലക്ഷം രൂപയുടെ കടലിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തീർത്തു എന്ന് പറഞ്ഞ അവരെ വീട് ജപ്തി ചെയ്തോണ്ട് 57 സെന്റ് സ്ഥലം
പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്റെ പൂജപ്പുരത്ത് 4 സെന്റ് സ്ഥലവും വീടും വിറ്റ്. അപ്പൊ എന്റെ ഭർത്താവ് എന്നെ കാണും മുമ്പേ ഞാൻ ഇവിടെ അങ്ങ് വിൽക്കണ, എനിക്ക് ഈ സ്ഥലം വേണ്ട. എന്റെ ഭർത്താവും ഞാനുമായിട്ട് 13 വർഷം താമസിച്ച് ആ സ്ഥലം എന്നെ അറിയാവുന്ന, ഞങ്ങള് കുറെ വർഷം ഇവിടെ താമസിച്ച് ഈ സ്ഥലം എനിക്ക് പിന്നെ അത് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ ഞാൻ എനിക്ക് സ്ഥലവും വേണ്ട, വീടും വേണ്ട, ഇത് ജീവിതമേ വേണ്ട. ഞാൻ എന്റെ രണ്ട് സഹോദരും കൂടി പറഞ്ഞു, ചേച്ചി എനിക്ക് ഈ കല്യാണം ഒന്നും വേണ്ട, എന്റെ ഈ സ്ഥലവും വീടും നിങ്ങൾക്ക് എഴുതി തരാം നിങ്ങളെ മക്കൾക്ക്. അവരും സാധുക്കളാ, അവർക്ക് അങ്ങ് എഴുതി കൊടുക്കാൻ. എനിക്ക് ഞാൻ ഒരു അനാഥാലയത്തിൽ പോയി നിൽക്കണമെന്നായിരുന്നു പാസ്റ്റർ എന്റെ ആഗ്രഹം. അപ്പോഴും എന്റെ സഹോദരങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, എന്ത് കഷ്ടപ്പെട്ട് നീ അനുഭവിക്കേണ്ട സന്തോഷം ഞങ്ങളെ മക്കൾക്ക് വേണ്ട, നീ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അതൊന്നും സഹിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ നിർബന്ധം കൊണ്ടാണ് രണ്ടാമതൊക്കെ കല്യാണം കഴിച്ചത്. പിന്നെ ഈ സ്ഥലം വിറ്റുകൊണ്ട് പോയപ്പോ ആദ്യം ഞാൻ ഈ കൊണ്ടുപോയ സ്ഥലം പൈസ 55,000 രൂപ ഇവരെ കുടിശ്ശിക തീർത്ത് കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ സ്ഥലവും വീടും ഒക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോവുമായിരുന്നു. അപ്പോഴേ എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് എൻ്റെ ഞാൻ ഇളയ മോളായത് കൊണ്ട് അമ്മയ്ക്ക് പിന്നെയും കുറച്ച് ഷെയർ അപ്പൂപ്പൻ്റെ ഉണ്ടായിരുന്നതൊക്കെ എനിക്കാണ് തന്നത്. അപ്പൊ ഈ ചേച്ചിമാർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ. അപ്പോഴത്തേക്കും ഞാൻ ചേച്ചിക്കൊക്കെ അത് എല്ലാവരും പറഞ്ഞു, നീ കഷ്ടപ്പെട്ട പൈസയൊന്നും അവർക്ക് കൊടുക്കണ്ട, ഇത്രയും ഉണ്ടെന്നും പറഞ്ഞല്ലേ കെട്ടിയത്, നിന്നെ ചതിക്കുകയല്ലേ ചെയ്ത്. സത്യം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. എനിക്ക് ഈ കള്ളത്തിനും പറഞ്ഞതിന് പറ്റിച്ചല്ലോ എന്നൊരു വേദന വന്നു. അവർക്കുള്ളതൊന്നും എനിക്ക് വേണ്ട പാസ്റ്റേ, ഞാൻ എടുക്കില്ലെന്ന് പറഞ്ഞാൽ 2 മക്കളില്ലേ, അമ്മയില്ലാത്ത കുട്ടികളെ പൈസ എനിക്ക് എന്തിന്, ഞാൻ അങ്ങനെയൊന്നും എടുക്കില്ല, ഞാൻ കൊടുക്കേ ഉള്ളൂ, എടുക്കൂല. അതാണ് ദൈവം, അങ്ങനത്തെ ഒരു കൃപ ദൈവം തന്നതാണ്, അല്ല എന്റെ ഒരു കഴിവൊന്നും അല്ല. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്റെ മക്കളാണ്, അവരെങ്കിൽ അവരുടെ സ്ഥലം ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീടും വെച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കുക. എനിക്ക് എപ്പോഴും ആരെന്ത് പറഞ്ഞാലും ഞാൻ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ എന്റെ യേശുപ്പനോട് എല്ലാ കാര്യങ്ങളും ഒരു അപ്പനോട് ചോദിക്കും പോലെ ഞാൻ ചോദിക്കും. അങ്ങനെ ഞാൻ അവർക്കുള്ള കടങ്ങൾ 2 വർഷം ഞാൻ തയ്യക്കട ഇട്ടിരുന്നല്ലോ, ഈ 55,000 രൂപയും ജപ്തി മാറ്റിയിട്ട് ഞാൻ പിന്നെ ഈ 2 വർഷം ഈ തയ്യക്കട ഇട്ട് അവർക്ക് 2,500 രൂപ വീതം ഞാൻ ലോൺ അടച്ച്. പിന്നെ അവർ 2പേരെയും പ്രമാണം 2 മക്കൾക്കും എടുത്ത് കൊടുത്ത്. അപ്പൊ ഞാൻ എന്നെ കെട്ടിക്കൊണ്ടുമ്പോ 2 മക്കളും ഗർഭിണികളായിരുന്നു. അപ്പോഴത്തേക്ക് ഞായറാഴ്ച ഞാൻ തയ്യക്കട അവധിയാണ്. അന്ന് ഈ എല്ലാ ശനിയാഴ്ച തോറും ഇവര് 2പേരോടെയും പോയി എന്നെ കൊണ്ട് കഴിയുന്നവർ പഴമെങ്കിലും ഓറഞ്ചെങ്കിലും ഈ ഗർഭിണികളല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന അതെല്ലാം അവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അവര് മറന്നാലും എന്റെ ദൈവം മറക്കില്ലല്ലോ പാസ്റ്റർ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ. ദൈവം പറയുന്ന സകലവും നഗ്നവുമായി കാണുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവം എനിക്ക് ഒന്നിനും കുറവ് വരുത്തില്ല. പിന്നെ അവരെ കടങ്ങളൊക്കെ തീർത്ത് അവരെ പ്രസവങ്ങൾക്ക് ഞാൻ വിളിച്ചപ്പോ എനിക്ക് തയ്യക്കടകളിലുണ്ട്, അവളെ കുഞ്ഞമ്മ പറഞ്ഞ് അവര് നോക്കിക്കൊള്ളാം. അപ്പൊ ഞങ്ങള് പൈസ കൊടുത്ത് ഒരു മോളെ പ്രസവം, 2ാമത്തെ ഞാൻ നോക്കി. അപ്പൊ ഞാൻ തയ്യക്കടയൊക്കെ മതിയാക്കി. അപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്ന ഇന്ന് വരെയും 18 വർഷമായി 2ാമത് എന്നെ കല്യാണം കഴിച്ച് 18 വർഷം ആവാൻ പോകണം. ഇത്രയും നാള് അവരും സന്തോഷമായിട്ട് തന്നെ ഇതുവരെയും എന്നെയും ഒന്നും പറഞ്ഞിട്ട് ഞാൻ പറയാനുള്ള അവസരം ഞാൻ വരുത്തിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതല്ല ഇന്നുവരെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നെ അങ്ങനെ നടത്തുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ കെട്ടിക്കൊണ്ട് നമുക്കൊരു ദൈവിക സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എല്ലാത്തിനും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പാസ്റ്റർ, അത് ഒരു ഹൃദയത്തിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരോട് പറഞ്ഞൊന്നും അറിയിക്കാൻ പറ്റില്ല. നമ്മളെ ഹൃദയത്തിൽ അനുഭവിക്കുന്നതാണ്. അതും പുറമേ നോക്കുന്നവർ, ഞാൻ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് എനിക്ക് അവര് പുറമെയാണ് നോക്കുന്ന, ഒരു കുഞ്ഞ് കിട്ടിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം എനിക്ക് മറുപടി തരും. പക്ഷെ ഈ ഒരു വിഷയം ഇപ്പൊ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പൗലോസ് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും ദൈവം പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി. അതുപോലെ എനിക്ക് ഇപ്പം ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ദൈവത്തിന്റെ കൃപ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വല്ല മെന്റാലിറ്റി ആയിട്ട് ആശുപത്രി കിടക്കും, വല്ല ഭ്രാന്താശുപത്രി കിടക്കേണ്ട ഞാനാണ്. ഇപ്പൊ ദൈവം എനിക്ക് തന്ന സന്തോഷം, എനിക്ക് എന്റെ മനസ്സ് അത്ര ഡിസ്പ്രഷൻ പെട്ടെന്ന് ഒന്നും സഹിക്കാൻ പറ്റാത്തൊരു മനസ്സാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ വല്ല ഭ്രാന്താശുപത്രിയിൽ ഒക്കെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്റെ സഹോദരങ്ങൾക്കൊക്കെ ഞാൻ ഒരു ഭാരമായി പോകുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എന്റെ കർത്താവ് എനിക്ക് സമാധാനം, സന്തോഷം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇങ്ങനെയൊക്കെ ഒരാള് സംസാരിക്കും പോലെ കർത്താവിനോട് സംസാരിക്കും പാസ്റ്റേ. എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം വിവരമോ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ ഒരു കൃപ, ആ സാന്നിധ്യം എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കും. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും 10 മക്കളുണ്ടെങ്കിലും ഇത്രയും സന്തോഷം കാണുക. ആ ഒരു സന്തോഷം ഹൃദയത്തിന് ദൈവം തന്ന്
പിന്നെ എന്റെ ചേച്ചിയുടെ മക്കളെന്ന് പറഞ്ഞ അവര് അവര് എന്നെ നോക്കുന്നതിന് ഞാൻ അവർക്ക് എന്ത് കൊടുത്താലും മതിയാവൂല എന്ന് പറഞ്ഞ എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം ചെവി ഓപ്പറേഷൻ ചെയ്ത് കിടന്ന്, അതേപോലെ എനിക്ക് വണ്ടി ഓടിച്ച് കാലൊടിഞ്ഞ് ഒരു മാസം കിടന്ന്. അപ്പോഴൊക്കെ അത് അവര് നോക്കി ഈ ഒരു പ്രാവശ്യത്തിൽ ബ്ലഡ് കുറഞ്ഞു പോയി 2019 അങ്ങനെ ഒരാഴ്ച ആശുപത്രി കിടന്ന് 15 ദിവസം ചേച്ചിയുടെ വീട്ടിൽ, എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് നിർത്തി. ഈ രാവിലെ തൊട്ട് രാത്രിയുള്ള ഒരു ഭക്ഷണവും കൊണ്ട് എന്റെ ചേച്ചി വരും. അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. ഒരു അമ്മയെ പോലെ എനിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യും. പിന്നെ എപ്പോഴും മക്കളോട് പറയും എന്നെ നോക്കിയില്ലെങ്കിൽ കുഞ്ഞമ്മയെ നോക്കണേ എന്ന് പറയും. പിള്ളേരും അങ്ങനെ തന്നെ. എന്നെ വിഷമിപ്പിക്കാനൊന്നും അവര് സമ്മതിക്കില്ല. എന്റെ ഒരു വാക്കിൽ ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ അവരോട് അറിയും. അവർ ചോദിക്കും കുഞ്ഞമ്മയ്ക്ക് എന്തിനാണ് വിഷമം, എന്തിന് പറഞ്ഞാലും അവർ ഇന്ന് വരെ. ഇനി നാളെ നമ്മളെ കയ്യിലല്ല പാസ്റ്ററെ, നാളത്തെ കാര്യത്തെ കുറിച്ച് എനിക്കൊരു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടത്. അതുകൊണ്ട് വിചാരിച്ചാൽ നമുക്കൊന്നും നടക്കൂല. ഇന്ന് നടത്തിയ ദൈവം നാളെ നടത്താൻ ശക്തനാണെന്ന് എനിക്ക് അറിയാം. കഴിഞ്ഞ കാലത്തിലൊക്കെ ഈ അന്ധതമസിലായതുകൊണ്ട് ഒന്നും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ അതെല്ലാം ഒരു കുഞ്ഞുകൊണ്ട് ഒത്തിരി അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. മണ്ണാർശാല, ചക്കുളത്ത്, ഇങ്ങനെ ആയില്യം നോക്കും, പാമ്പും മുട്ടയും കൂടി വെള്ളിയിൽ കൊണ്ട് ആയില്യത്തിന് വെക്കും. ആയില്യവ്രതം നോക്കും. ശബരിമല സീസൺ വരുമ്പോഴത്തേക്കും 41 ദിവസം വ്രതം എടുത്ത് തേങ്ങ നെയ്ത് ജപിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഷഷ്ടിവ്രതം നോക്കും. ഇങ്ങനെ എല്ലാം നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ജീവനുണ്ടോ, എങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കൂലേ, എനിക്കൊരു സമാധാനം തരൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കർത്താവിനെ അറിഞ്ഞപ്പോ എന്റെ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിന് തരാത്ത സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ആർക്കും എടുത്തു കളയാനും പറ്റില്ല. ആ അനുഭവിക്കുന്ന ഒരു സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പാസ്റ്ററെ. എന്റെ ചേച്ചിമാർക്കോ ഒന്നും അത് അറിയത്തില്ല. ഞാൻ അനുഭവിക്കുന്ന ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമുക്ക് മാത്രമേ അറിയൂ. പുറമേ കാണുമ്പോൾ അവർ അതില്ല ഇതില്ല എന്ന് ചിന്തിച്ചാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയായിട്ട് നടക്കേണ്ടവരെടുത്ത് ദൈവം എത്രത്തോളം സമാധാനത്തോട് സന്തോഷത്തിന്. അതേപോലെ അമ്മ ലാസ്റ്റ് വരെ അമ്മ എന്റെ കൂടെ തന്നെയായിരുന്നു. എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് അമ്മ എന്നെ വിട്ട് മാറിയില്ല. എനിക്കൊരു കൂട്ടെന്ന് പറഞ്ഞ ഒരു നിധി കാക്കും പോലെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 9 മാസം അമ്മ കിടരോഗിയായി, മരവും മൂത്രവും നമ്മ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയെ പൊന്നുപോലെ ഞാൻ നോക്കുമായിരുന്നു. എന്ന് പറയാൻ എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറയാനും സംസാരിക്കാനും പറ്റില്ല. അമ്മച്ചേന്ന് വിളിച്ച അമ്മ ഇങ്ങനെ ഈ വിളിക്കണ അല്ലാതെ അമ്മക്ക് ഇങ്ങോട്ടൊന്നും പറയാനും പറ്റൂല, വേറെ ഒന്നുമില്ല. പക്ഷെ അമ്മ എന്ന് വിളിച്ച അമ്മ വിളിയാക്കൂല. ഈ കൊച്ചു കുട്ടികളെ ഈ സ്നേഹത്തോട് അത്ര ഈ വയസ്സായാലും എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനും ഇടയുള്ളൂ. രോഗിയായിട്ട് രോഗികളെയൊക്കെ നമ്മൾ എത്രത്തോളം അവർക്ക് സ്നേഹമാണ് വേണ്ടത്. അല്ല നമ്മൾ ഒരുപിടി ആഹാരം കൊടുക്കുന്നത്, അവരെ മലമൂത്രങ്ങൾ എടുക്കുന്നത് ഒന്നുമല്ല. അവർക്ക് കിട്ടേണ്ടത് സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുമ്പോൾ ആരും ഇല്ല, ഒറ്റപ്പെട്ട് കിടന്ന് അവർക്ക് ഭയങ്കര ഡിസ്പ്രഷനാണ്. അപ്പൊ ഈ അമ്മ കിടന്നിട്ടുള്ള എനിക്കറിയാം. ഞാൻ ഒരു മാസം ഇതുപോലെ ബ്ലാസ്റ്റ് ഒറ്റ മുറിയിലായപ്പം എനിക്ക് അത് മനസ്സിലായി ആരെയും കാണാനോ ഒന്നും പറ്റും. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനുശേഷം ഈ വയസ്സായവർ എനിക്ക് അല്ലെങ്കിൽ ചെറുതേ തൊട്ട് എനിക്ക് വയസ്സായവര് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരാരും തിരിഞ്ഞു നോക്കൂല, അവരെ അങ്ങ് ഒറ്റപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ വയസ്സായ എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കും. എപ്പോഴും വൃത്തിയാക്കി ഞാൻ എൻ്റെ അമ്മ കിടരോഗിയാവുന്നത് വരെ ഞാൻ അമ്മയെ വൃത്തിയാക്കി. എൻ്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എൻ്റെ ചേച്ചിമാരൊക്കെ വന്ന് ചോദിക്കുന്നത് ഇത്രയും വൃത്തിയാക്കി അമ്മ ഒട്ടും പോകുന്നില്ലല്ലോ, എനിക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അങ്ങനെ അവസാനം കിടന്നപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. ഭക്ഷണമൊന്നും അമ്മ കഴിക്കാതെയായി. പിന്നെ എങ്ങനെ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഒരു ദോശ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ദോശ, അത് ഒരുപാട് സമയം എടുക്കും കഴിച്ചെടുക്കാനൊക്കെ. അപ്പോഴത്തേക്ക് അമ്മ കിടപ്പായപ്പോൾ പക്ഷെ എനിക്ക് സഭയിൽ പോവാതെ എൻ്റെ അമ്മയെ ശ്വസിക്കാൻ പറ്റില്ല. ഈ 9 മാസം കിടപ്പായപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ്, അണ്ണ ഇനി ചേച്ചിയോട് അമ്മച്ചി ഇട്ടിട്ട് ഒറ്റയ്ക്ക് പോവല്ലേ, ചിലപ്പം പെട്ടെന്ന് മരിക്കുമ്പം മരണപ്രാളം വരും, വെള്ളം കുടിക്കണമെന്ന് തോന്നും. അപ്പൊ എൻ്റെ ഭർത്താവ് പറഞ്ഞു അമ്മച്ചി ഇട്ടിട്ട് ഇനി പള്ളിയിലൊന്നും പോകണ്ടെന്ന്. പക്ഷെ പാസ്റ്റർ എനിക്ക് സഭയിൽ പോയി ആരാധിച്ച് ഒരു ആത്മീക ശക്തി പ്രാപിച്ചാലേ എനിക്ക് അമ്മയെ നോക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല. അങ്ങനെ അമ്മ കിടക്കുമ്പോഴും അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സഭയിൽ പോയി ആരാധിച്ച്. പക്ഷെ ആരാധനയ്ക്ക് പോയാലും നമ്മൾ ചിന്ത ഇങ്ങനെയാണ്, ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ അമ്മ വെള്ളത്തിന് ദാഹിക്കുന്നോ, അമ്മ വെപ്രാളപ്പെടണോ. അപ്പൊ ഞാൻ ഓടി സഭ വിട്ടവിടെ ആരോടെയും ഓടി വീട്ടിന്റെ അടുത്ത് തന്നെ ഓടി വന്ന് ബൈബിള് പോലും തറയി വെക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വന്ന് നോക്കും. അപ്പോഴത്തേക്ക് സമാധാനമാവും. അങ്ങനെ ഞാൻ അമ്മ മരിക്കണതിന്റെ അന്നും എനിക്ക് സഭയിൽ ആരാധന ഉണ്ടായിരുന്ന ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോഴന്നും ഞാൻ പോവാനായിട്ടൊക്കെ ഒരുങ്ങിയായിരുന്നു. അമ്മ 9 മണിക്കാണ് അമ്മ മരിക്കണം. ഒരു
മാർച്ച് 2017 മാർച്ച് 22-ാം തീയതി 9 മണിക്കാണ് അമ്മ മരിക്കുന്നത്. അന്ന് ഞാൻ ഇതുപോലെ സഭയിൽ പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി. എന്റെ ഭർത്താവ് ജോലിക്ക് പോയി. ഈ രാത്രിയൊക്കെ മൂത്രം ഒഴിച്ചൊക്കെ കിടക്ക് 2-3 പ്രാവശ്യം ഞാൻ തുണികളൊക്കെ മാറ്റി ഇടും. പിന്നെ രാവിലെ എന്റെ ഭർത്താവിന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പോയതിനു ശേഷമാണ് എന്റെ അമ്മയെ ഞാൻ വെള്ളം ചൂടാക്കി ഡെറ്റോളൊക്കെ ഇട്ട് അമ്മയെ നല്ല വെള്ളം വൃത്തിയാക്കി അമ്മയെ തലയൊക്കെ ഒരു തയ്ക്കുന്നുണ്ടല്ലോ, അപ്പൊ തുണി കഷ്ണമൊക്കെ കെട്ടി പൗഡറൊക്കെ ഇട്ട് എന്നിട്ട് അമ്മ ഇങ്ങനെ കസേരയിലിരുത്തി. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയാണോ നമുക്ക് ഒരു സൈഡ് അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഷോൾ എടുത്ത് അമ്മയെ ഒന്ന് ആ കട്ടിലില് കാലും കൂടെ കെട്ട് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തിട്ട് അപ്പൊ അമ്മയെ വൃത്തിയാക്കി ഇത്രയും ചെയ്തിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ അത്ര ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. അങ്ങനെ ഒരു ഉമ്മ കൊടുക്കും. അപ്പോൾ ആ ഒരു മാംസത്തിന്റെ ഒരു മണം, സത്യം പറഞ്ഞ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ആ ഉമ്മ കൊടുക്കുന്ന ഒരു അമ്മയുടെ ഒരു മാംസത്തിന്റെ ഒരു വാസന എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു പാസ്റ്റേ. അത്ര ഇതായിരുന്നു. അപ്പൊ ഈ അമ്മയെ ഞാൻ അന്ന് ഇതുപോലെ കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഈ തേയില ചായ കുടിക്കില്ല, അമ്മ മുട്ട ഇറച്ചി ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും അമ്മ കഴിക്കില്ല. അപ്പൊ ഈ അമ്മയ്ക്ക് ഇതുപോലെ തേയില കൊടുക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് അമ്മ എന്റെ മുഖത്ത് നോക്കി. പക്ഷെ അത് അമ്മ മരിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു സൈലന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞില്ല. അമ്മ അങ്ങനെ ഇരുന്ന് എങ്ങനെ ശ്വാസം പോയെന്ന് അറിയില്ല പാസ്റ്റർ. എന്റെ കണ്ണിന് മുമ്പ് എന്റെ കയ്യിലിരുന്ന് അമ്മ മരിച്ച്. ഞാൻ ഈ അമ്മ ഇങ്ങനെ ഇത് ഇതാക്കി വെച്ചിട്ട് ഞാൻ തേയില കൊടുക്കാനായിട്ട് ഞാൻ പോയി. അപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് വന്ന അമ്മയുടെ വായിൽ ഇങ്ങനെ വിളിച്ചു, അമ്മ ഇറക്കുന്നില്ല. അപ്പോഴത്തേക്കും അമ്മ മരിച്ചു. ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മം കൊടുത്ത അമ്മ എന്തൊക്കെ മുഖത്ത് നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ ശ്വാസം പോയി കഴിഞ്ഞു. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാ ഒരു മരണം കാണുന്നത്. അപ്പൊ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് ഒരു അമ്മച്ചി, അവരെ മരുമോള് ടീച്ചറാണ്. ആ കുട്ടി ഇതുപോലെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ആരെയും ഒന്നിനും അങ്ങനെ വിളിക്കില്ല, എല്ലാം ഞാൻ തന്നെ തനിയെ സഹിക്കും. അപ്പോഴത്തേക്ക് ഈ അമ്മ ഇങ്ങനെയപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ദേഹം തളരുന്നു. ഞാൻ പെട്ടെന്ന് അമ്മച്ചി എന്ന് പറയും. അവർ ഓടി വന്ന് അപ്പൊ അവളും കൂടെ ടീച്ചറും കൂടെ ഓടി വന്നു. എന്ത് ചേച്ചി എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ വെള്ളം ഇറക്കണില്ലായിരുന്നു. അപ്പൊ അവർ രണ്ടും കൂടെ ഓടി വന്ന്. അവൾ അന്ന് സ്കൂളിലും പോയില്ല ആ ടീച്ചർ. പിന്നെ വന്നപ്പോഴത്തേക്കാണ് അമ്മച്ചിയും വെള്ളം കൊടുത്തിട്ട് അമ്മ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അമ്മയെ എടുത്ത് കട്ടിലേക്ക് കിടത്തി ഭർത്താവിനെയൊക്കെ വിളിച്ച് അങ്ങനെ അമ്മയുടെ ശുശ്രൂഷകളെ ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചപ്പോ അമ്മയുടെ കുഴിമാടം വരെ പോകും എന്ന് പറഞ്ഞാൽ ആ മക്കളില്ലല്ലോ പാസ്റ്റേ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ അമ്മയുടെ കുഴിമാടം വരെ എനിക്ക് പോകണം. അവസാനത്തെ ഒരു ഇതാണല്ലോ. ഞങ്ങള് ഈ ഹിന്ദുക്കളായിരിക്കും, ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും ശ്മശാനത്തൊന്നും പോകില്ല, ആണുങ്ങളാണ് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിയും. പക്ഷെ ഇവിടെ ഞാൻ എല്ലാം മുമ്പേ ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കും, എന്റെ അമ്മയ്ക്ക് വേണ്ടി അവസാനം വരെ എനിക്ക് എന്ത് ചെയ്യണം എന്ന്. അപ്പൊ ആ മക്കളില്ലാത്തതുകൊണ്ട് അങ്ങനെ. അതേപോലെ ഞാൻ ദൈവത്തിന്റെ വചനം അറിഞ്ഞ അന്ന് തൊട്ട് ഞാൻ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ എന്നെ ആവതും ഞാൻ നോക്കും. എങ്കിലും നമ്മൾ മനുഷ്യരാണല്ലോ, ചെറിയ ചെറിയ കുറ്റങ്ങൾ, അത്ര പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞെങ്കിൽ ദൈവത്തെ ഭയമാണ്, എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും ഭർത്താവ് എന്ന കുറ്റം കാണുമ്പോൾ പറഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. പക്ഷേ നമ്മൾ ദൈവമക്കളാകുമ്പോൾ നമ്മൾ താഴ്മയും വിനയും അനുസരണയും കീഴ്പ്പെടലും എല്ലാം വേണമല്ല. എന്റെ ഭർത്താവാണെങ്കിൽ എപ്പോഴും ചീത്ത വിളിക്കും. പക്ഷെ ആള് ശുദ്ധനാണ്, എന്നാലും ചെറിയ ഒരു കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം. ഒരു വണ്ടിയിൽ ഒരു താക്കോല് മേശപ്പുറത്തിരുന്ന് അദ്ദേഹമായിരിക്കും അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ എനിക്ക് കൂടെ ചീത്തയാണ്. എനിക്ക് ചീത്ത കേൾക്കണത് എന്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് അവരോട് നമ്മൾ താഴ്മയോടെ അവരെ ഒരുപാട് സൗമ്യതയോടെയൊക്കെ സംസാരിക്കാൻ ദൈവത്തിന്റെ കൃപയാണ്. പണ്ടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. യേശുക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം, ആ കർത്താവിന്റെ കരുണ, ദയ, അതെല്ലാം ദൈവം. പിന്നെ ദൈവപ്രകാരം യേശുവിനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളിലായാലും എങ്ങനെയാണ്. അപ്പോഴേക്കും യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയ സഭയിൽ അവിടെ ഒരു മൈക്ക് വായിക്കുന്നപ്പോൾ എനിക്ക് പൈസ കൊടുക്കാത്തതോടെ എന്റെ കയ്യിൽ ഒരു കിടന്ന് ഞാൻ വിറ്റ് ആ സഭയിൽ അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ ദൈവത്തിന് നമ്മൾ കൊടുത്ത് ദൈവം ആർക്കും കടക്കാറില്ല. നമ്മൾ ഒരിക്കലും നമ്മളെ കൈവിടൂല. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. എന്റെ ഭർത്താവിനും കൂടി പറയുമ്പോ ദൈവത്തിന് പൈസയൊന്നും വേണം. ഞാൻ പറയും ദൈവവേലയ്ക്ക് ഒരുപാട് പൈസകൾ വേണം, ദൈവവേലക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നീ ജോലി ചെയ്ത് കൊടുക്കുന്ന തയ്യലുണ്ടല്ല, അപ്പം ഒന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ ചോദിക്കില്ല, എന്റെ കയ്യിലുള്ളതല്ല ദൈവനാമത്തിന് വേണ്ടിനായിട്ട്. ആ ദൈവമാണ് നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഒന്നിനും ഒരു കുറവില്ലാതെ നമ്മളെ കഴിഞ്ഞ കാലങ്ങളെ നോക്കുമ്പോൾ നമുക്ക് സമാധാനം ഇല്ല, സന്തോഷമില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, രാത്രി ഉറങ്ങാനും പറ്റൂല. ഞങ്ങളെ യേശുപ്പനെ അറിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കും, ദൈവമേ ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഞങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കഷ്ടതകളൊന്നും വരില്ല. ദൈവം ഞങ്ങൾ എത്ര കാക്കി പരിപാലിക്കും ചെയ്യുമായിരുന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം
ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതാണ് പാസ്റ്റർ. അതേപോലെ ഒരു സന്തോഷം നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അതെല്ലാം ഈ ലോകം ഇവിടെ തീരും. അപ്പൊ ഈ കർത്താവിന് അതിനെ എനിക്ക് പറയാനുള്ളതും അങ്ങനെ ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാണ്. കർത്താവെ, എല്ലാവരും അങ്ങനെ അറിയണം അപ്പച്ച, അങ്ങനെ അറിഞ്ഞ അവിടുത്തെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ല എങ്കിൽ മാത്രമേ ഈ ലോകത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ പറ്റി. ഇപ്പോഴും നമുക്കറിയാലോ ഈ ലോകത്ത് നടക്കുന്നതായ ദുഷ്ടതകള്. അപ്പൊ അതൊക്കെ ഈ യേശുപ്പനെ അറിഞ്ഞ് ദൈവത്തിനെ അറിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാനോ ഒന്നും പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അവിടെ ദൃഷ്ടി വെച്ച് നല്ല ആലോചനകൾ പറഞ്ഞു തന്നെ ഒരു ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവ് ഇത്രത്തോളം നമ്മുടെ ഇടപെടുമെന്ന് അറിയില്ലായിരുന്നു പാസ്റ്റർ. നമ്മൾ സംസാരിക്കുമെന്ന് അറിയില്ലായിരുന്നു. ശരിയും തെറ്റും ഒക്കെ പറഞ്ഞു തരും. അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. ഇങ്ങനെ ഒരു അപ്പം പറഞ്ഞു തരും പോലെ, ഒരു അമ്മ പറഞ്ഞു തരും പോലെ അങ്ങനെ പേരും ദൈവം നടത്തി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ എൻ്റെ അമ്മ ഇതുപോലെ അമ്മ പറഞ്ഞു, ഞാൻ ഒരു മരമാണ് എന്നൊക്കെ പറഞ്ഞ് 2 അക്ഷരത്തിന്റെ അതൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത് ആ കവിതയായിട്ട് ഞാൻ ഇങ്ങനെ ആകാശവാണി ചൊല്ലി ഈ റേഡിയോ കേട്ടവർ ചിലപ്പോൾ എന്നെ കേൾക്കുന്നവരും അത് കേട്ടവരുണ്ടായിരിക്കും. റേഡിയോ കേൾക്കുന്നവരെല്ലാം അത് കേട്ടിട്ടുണ്ടാവും. അമ്മേ അമ്മേ പെറ്റമ്മേ, എന്റെ പെറ്റമ്മേ, അന്നു അമ്മ പറഞ്ഞില്ലേ അമ്മ എനിക്കൊരു മരമെന്ന്, എൻ്റെ അമ്മ എനിക്കൊരു മരമെന്ന്. ഞാൻ വെയിലിൽ വാടി തളർന്നപ്പോൾ, ദാഹം കൊണ്ടു വലഞ്ഞപ്പോൾ, തണാലിനായി ഞാൻ ദാഹിച്ചു, അടുത്തൊക്കെ ഞാൻ മരം തേടി. അമ്മയാകും മരത്തെ തേടി തണലെനിക്കാരും തന്നില്ല. ഒട്ടും തണലെനിക്കില്ലാതെ തളർന്നു വാടി കുഴഞ്ഞപ്പോൾ, കഴിഞ്ഞ കാലമോർത്തു ഞാൻ അമ്മയാകും മരത്തെയും ഓർത്തു ഓർത്തു കരഞ്ഞു ഞാൻ. പിന്നെയും അമ്മ പറഞ്ഞില്ലേ 2 അക്ഷരമെന്ന വാക്കിൻ്റെ അർത്ഥം, അമ്മയെന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം ഞാൻ ഇന്നോർക്കുന്നു. അമ്മയാകും മരത്തെ ഓർത്തും 2 അക്ഷരമാകും അമ്മയുടെ വാക്കുകളോർത്തും ഇന്നും എന്നും സ്മരിക്കും ഞാൻ, ജീവകാലം സ്മരിക്കും ഞാൻ. ഇവര് കുറച്ച് വിട്ടുപോയി പാസ്റ്റേ, പെട്ടെന്ന് അത് ഓർത്ത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് എന്നെ വല്ലാതെ, എൻ്റെ അമ്മ മരിച്ചപ്പോൾ എന്നെ വല്ലാതെ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ, അമ്മ എൻ്റെ കൂടെ ഞാൻ എവിടെ പോയാലും ആ സിറ്റ് ഔട്ടിൽ കസേരി ഇട്ടിരിക്കുന്ന എത്ര മണിക്കൂർ കഴിഞ്ഞാലും എൻ്റെ തല കാണുന്ന അവിടെ തന്നെ ഇരിക്കും. അത്ര കരുതുള്ള ഒരു അമ്മയാണ്. അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഇപ്പം പറയാൻ ആരെയും സാധിക്കില്ല. എന്നാൽ അമ്മ, നിന്റെ പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ. ഈ കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ, അപ്പോഴും ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്തോന്ന് എഴുതി വെച്ചിരുന്നു, പെറ്റമ്മ ആരെങ്കിലും ഉപേക്ഷിക്കുക. ഇതൊക്കെ എനിക്ക് അപ്പോഴങ്ങനെയാണ് തോന്നിയത്, അറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എത്രയോ പെറ്റമ്മമാരാണ് തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നത്. അപ്പോൾ ആ പെറ്റമ്മ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവ അമ്മയായിട്ട്, അപ്പനായിട്ട്, സഹോദരനായിട്ട്, സ്നേഹിതനായിട്ട്, സഹിയായിട്ട്, ആവശ്യങ്ങൾ ഏറ്റവും അടുത്തുണയായിട്ട് കൂടെ എന്നും എപ്പോഴും കൂടെ ഇരിക്കും. അതുകൊണ്ട് എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും പാസ്റ്ററെ ഞാൻ ആരാധന മുടക്കിയില്ല പാസ്റ്റർ. അപ്പം ആരാധന മുടക്കാത്ത ഏക വ്യക്തി ഞാനായിരിക്കും. അമ്മ മരിച്ചു, അമ്മ ബുധനാഴ്ച മരിക്കുന്നു, അടുത്ത് വരുന്ന ഞായറാഴ്ച ഞാൻ സഭയിൽ പോയി. അപ്പൊ എൻ്റെ 2 ചേച്ചിമാരൊന്നും പോയില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ വിട്ടു. അപ്പൊ ഈ ഞായറാഴ്ച അങ്ങനെ എല്ലാവർക്കും അവധിയൊക്കെ ഉള്ളത്, ബന്ധുക്കള് നാട്ടിലുള്ളവരൊക്കെ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പൊ എൻ്റെ ചേച്ചിമാര് പറഞ്ഞ ഇന്ന് പോകണ്ട, നാട്ടിലുള്ളവരൊക്കെ വരുമെന്ന്. പക്ഷെ എനിക്ക് ഈ ആരാധന മുടക്കാൻ പറ്റൂല പക്ഷെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ മരണം വരെയും ഈ ആരാധന മുടക്കാതെ പോയി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവമേ നൽകണം എന്നാണ്. അങ്ങനെ ഞാൻ ഞായറാഴ്ചയും പോയി. അവിടെ പോയി ഒരുപാട് കരഞ്ഞ് എൻ്റെ ഹൃദയത്തിന്റെ ദൈവത്തിന് പകർന്ന്. അപ്പൊ ഈ കരഞ്ഞ് തിന്നപ്പോ എനിക്ക് ഒരു ആശ്വാസം. പിന്നെ ഞാൻ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ വീട്ടിൽ വന്നത്. വേദനയോട് ഒരു ഭാരം, എന്തോ നെഞ്ചിനകത്ത് ഒരു ഭാരം, അത് ആരോട് പറഞ്ഞാലും തീരില്ല. അപ്പൊ ഈ സഭയിൽ പോയി ചെന്ന് എൻ്റെ ദൈവത്തോട് പറഞ്ഞ് കരഞ്ഞ് ഞാൻ അങ്ങ് ഫ്രീ ആയി. അങ്ങനെയാണ് പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ദൈവം നടത്തുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എനിക്കിനി ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ 2 സഹോദരങ്ങള്
അവരുടെ തലമുറകളെല്ലാം ഈ കർത്താവിനെ അറിയണം, ആ സ്നേഹം അവർ അനുഭവിക്കണം, ആ വഴികളിൽ അവർ നടക്കണം, ഈ ഞാൻ അനുഭവിക്കുന്ന ഹൃദയ സന്തോഷം അവരും അനുഭവിക്കണം. അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു പാസ്റ്ററെ. അതേപോലെ എൻ്റെ ചേച്ചിയുടെ മകൾ, അവൾക്കൊരു തലമുറ ലഭിക്കാൻ വേണ്ടി, അവളുടെ പേര് ദിവ്യ എന്നാണ്, അവൾക്കൊരു തലമുറ ലഭിക്കാൻ വേണ്ടി എന്നെ കേൾക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ജാതികളുടെ മധ്യയിൽ നിന്ന് അനുഭവിക്കാൻ ഇടവരില്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ എല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, യേശുപ്പനെ അറിഞ്ഞിട്ട് അത് കിട്ടിയില്ല എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പരിഹാസങ്ങൾ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം അവർക്ക് അറിയില്ല. 10 മക്കളുള്ളവർ അനുഭവിക്കുന്ന കാര്യം സന്തോഷം. ദൈവം എനിക്ക് ഇന്ന് വരെ മക്കളുള്ളവർ പോലും രോഗികളായി കിടന്ന അവരെ നോക്കാനോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ദൈവം ഒന്നിനും ഒരു മുടക്കം വരുത്തും. ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം ഒരിക്കലും ഒരു മുടക്കം വരുത്തൂല. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ കരുതിക്കൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്വർഗീയ രാജ്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇപ്പൊ ദൈവം വിളിച്ചാലും എനിക്ക് അങ്ങ് സന്തോഷത്തോടെ പോകും. നമുക്ക് വേറെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഡിയായിട്ട്, കർത്താവ് നീ എപ്പോ വരുമോ, ഞാൻ റെഡിയാണ്, എന്നെ അങ്ങ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ അനേക കഷ്ടത്തിൽ കൂടെയാണ് നമ്മൾ സ്വർഗരാജ്യത്ത് കടക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ കഷ്ടമൊക്കെ സാരമില്ലാന്ന് എണ്ണിക്കൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ വേണ്ടി വിശുദ്ധിയോട് വേർപാടോട് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ചിലപ്പോൾ നമ്മളിൽ തെറ്റുകൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ചേക്കാം. മനുഷ്യരുടെ മുമ്പിൽ നമുക്കൊന്നും പറ്റില്ല. പക്ഷെ ദൈവം എന്ന് പറഞ്ഞാൽ നഗ്നവും മലർന്നുമായി കാണുന്ന ദൈവമല്ലേ. അപ്പൊ ഞാൻ പണ്ടൊക്കെ ഇതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വെച്ച് ഇപ്പൊ നമ്മള് ഒരു മനുഷ്യനെ നമുക്ക് എന്തെല്ലാം വിളിക്കാം, നമുക്ക് ഭർത്താവിനെ വിളിക്കാം, മക്കളെ വിളിക്കാം, അമ്മയെ വിളിക്കാം, അപ്പനെ വിളിക്കാം. പക്ഷെ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഒന്നും വിളിക്കാൻ പറ്റില്ല. രാത്രി പകല് പോലെ കാണുന്ന ഒരു ദൈവം. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ദൈവത്തോട് ഭയങ്കര സ്നേഹവും ആ ദൈവത്തിനെ എങ്ങനെ തന്നെ എനിക്ക് മഹത്വപ്പെടുത്തിയാലും വരില്ല. പാസ്റ്റർ അത്രത്തോളം ആ ദൈവം ഇന്ന് വരെ നടത്തി. എനിക്ക് പാസ്റ്ററുടെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു യോഗ്യതയില്ലാതെ എനിക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല, കറക്റ്റായിട്ട് പറയാനൊക്കെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ എന്ത് പറയും എങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മറന്നു പോകും. എല്ലാം ഓർത്തെടുക്കാൻ പറ്റില്ല. വർഷക്കാലം ആയ കാര്യങ്ങളല്ലേ. അപ്പൊ ചിലത് ആദ്യം പറയേണ്ട അവസാനം പറയും, അവസാനം പറയേണ്ട ആദ്യം പറയും. അങ്ങനെയൊക്കെയാണ് ഇതുവരെയും എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്നായ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അടിയനും ഈ അരോമറ്റീവിൽ കടന്നു വന്ന ദൈവമേ, ദൈവത്തെ സാക്ഷിപ്പാൻ എൻ്റെ അനുഭവങ്ങൾ പറയുവാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചല്ലോ അപ്പാ. നന്ദി കർത്താവേ. അതിനെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഹൃദയങ്ങളെ ദൈവം ബലപ്പെടുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ ദൈവത്തിൽ നിന്ന് പിന്മാറി പോകാൻ ദൈവം ആരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടി എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ഒരു പാപികളും മാനസാന്തരപ്പെടുവാൻ, സ്വർഗം സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രത്യേക ദൈവദാസനെ കുടുംബാട് ദൈവകരത്തെ ഏൽപ്പിക്കും. ഇത്ര മഹത്വമേറി ഒരു ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ അപ്പ. ഇനിയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം കർത്താവ്. അനേകരയ്ക്ക് വേണ്ടി ഇനി സാക്ഷി പറയുവാൻ കർത്താവ് വിശാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ പ്രിയ ഓമന. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV-യുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അതിലെ കടലിലെ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി കയറി വരുന്നത് പോലെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. വളരെ ബാല്യം മുതൽ, വളരെ ചെറുപ്പം മുതൽ തന്നെ ജീവിതത്തിൽ നേരിട്ട തിക്ത അനുഭവങ്ങൾ, അതിഭീകരമായ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. വിറച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടാണ് വളർന്നു വന്നത് എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുകയുണ്ടായി. അതിന് കാരണക്കാരനായ ജന്മം തന്ന പിതാവാണെന്ന് പിന്നത്തേതിൽ ഓർപ്പിച്ചു. അതിഭീകരമായ പിതാവിൻ്റെ ക്രൂരതകൾ നിറഞ്ഞ ആ ഒരു ഇടപെടൽ അമ്മയ്ക്കും മക്കൾക്കും ഒരുപോലെ നേരിടേണ്ടതായിട്ട് വന്നു. ആ കുട്ടിക്കാലത്തെ ആരുടെയും ആശ്രയമില്ലാതെ
ആരും സഹായിക്കുവാൻ ഇല്ലാതെ നൊന്തുപെറ്റ അമ്മയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച ആ ബാല്യം, അവിടെ സ്നേഹം, ലാളന, സംരക്ഷണ, സുരക്ഷിതത്വം തരേണ്ടുന്ന പിതാവിൽ നിന്ന് അത് ലഭിക്കാതെ പോയി. ആഹാരമോ വസ്ത്രമോ സംരക്ഷണയോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ അന്യപ്പെട്ടു പോയ ആ കുട്ടിക്കാലം, അമ്മയെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ആ പീഡനങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളായിരുന്നിട്ട് പോലും ഒട്ടും പരിഗണന തരാതെ അതിക്രൂരമായ ബാലശിക്ഷകൾ ഏൽക്കേണ്ടി വന്ന ആ അനുഭവം. സഹോദരങ്ങൾ 3 പേരും ഒരുപോലെ കഷ്ടപ്പെട്ടു, ഒരുപോലെ ഭയപ്പെട്ടു. വാത്സല്യ മാതാവും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ അവസാനം തൻ്റെ ജീവൻ പോകുന്നത് വരെയും ആ മക്കൾക്ക്, പ്രത്യേകിച്ച് പ്രിയ ഓമന സിസ്റ്ററിന് അത് അനുഭവിക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ ആശ്വാസമായി, ഒരു പ്രതീക്ഷയായി, ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ സന്തോഷകരമായ ഒരു അനുഭവം ലഭിച്ചില്ല. പകരം വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ എല്ലാ നടുവിൽ അതിന് ഒരു അവസാനമെന്ന വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും ഒരമ്മയേക്കാൾ, ഒരപ്പനേക്കാൾ, ഒരു ഭർത്താവിനേക്കാൾ, ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കാൾ മറ്റാരേക്കാളും ഉപരിയായി ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, കരം പിടിച്ച് നടത്തുന്ന, കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കപ്പെടുവാൻ ജീവിതത്തിൽ ദൈവം കൃപ ചെയ്തു. ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം ബാല്യം മുതൽ ഈ പ്രായത്തിൻ്റെ ഈ കഴിഞ്ഞ ചില നാളുകൾ വരെയും കൂരിലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ ഇന്ന് കൂടെ ഇരിക്കുന്ന, കരം പിടിച്ച് നടത്തുന്ന, വെളിച്ചത്തെങ്കിലേക്ക് വഴി നടത്തുന്ന സ്നേഹനിധിയായ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആ കരുതലും ആ സ്നേഹവും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു വേദി ഉണ്ടായത്. ഇല്ലായിരുന്നു എങ്കിൽ കണ്ണുനീരിൻ്റെതായ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഈ ജീവിതം മുന്നോട്ട് പോകുകയും ആരും അറിയാതെ എവിടെയെങ്കിലും ഏതെങ്കിലും നിലയിൽ ഒരു പക്ഷെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്താൽ, ആ പകരപ്പെട്ട വെളിച്ചത്തിൻ്റെ ആ സന്തോഷം, ആ പ്രകാശത്തിൽ പ്രിയ സിസ്റ്ററിൻ്റെ മുഖത്ത് കാണുവാൻ കഴിയുന്നു. ആ സഹോദരങ്ങളിൽ പ്രിയപ്പെട്ടവരിലൊക്കെ ആ പ്രകാശം പരക്കപ്പെടട്ടെ. ആ ദൈവസ്നേഹം അവരിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവനാമം അവരിലൂടെയും മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. വാത്സല്യ ഓമന സിസ്റ്ററിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഇനിയും ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com